ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. This is Lindsay George and this is me, Sophie Annie Gisson, your host for the day. To begin this day with more energy, mothers, let's stand up. And that includes our animator sisters too. You are mothers. Let's all stand up. Only mothers. Allah, it's okay. We are very happy. We have good shepherds amongst us. Now look at your partners. Yeah, and look at your partner. Give a handshake and say Happy Women's Day. Happy Women's Day. അത് മാത്രം പോരാ, ഒരു ഹഗ് കൂടി ആയാലോ? എന്നിട്ടൊന്ന് പറഞ്ഞേ ഹാപ്പി വിമൻസ് ഡേ. Happy Women's Day. Thank you so much. Thank you. My God, the smile on everyone's face. Amazing mothers. Yes. To ensure, please have your seat. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾക്ക് നേരെയുള്ള അസമത്വങ്ങൾ, അക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ ശബ്ദമുയർത്താനും നമ്മുടെ അവകാശങ്ങൾ നേടുവാനും ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസത്തെ വനിതാ ദിനം. On behalf of Kalyan Madhur Sangam, Women's Day 2026-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. It is my honor to invite Reverend Father Shaji Parikapalli, Kalyan Madhur Sangam Director, a guiding force behind this mission, to introduce our esteemed guest speaker for today. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് അന്താരാഷ്ട്ര വിമൻസ് ഡേ ആണ്. എല്ലാവരും കൂടി ഒരിക്കൽ കൂടി പറയാമോ? വലിയ നമുക്ക് ഒരു കുർബാന കഴിഞ്ഞ് നന്ദി പറഞ്ഞ് ഇനി നമ്മൾ ഡേവിസ് അച്ഛൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇനി പ്രത്യേകിച്ച് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നമുക്ക് പബ്ലിക് മീറ്റിങ്ങിൽ ഒരു വലിയ വെൽക്കം നമ്മുടെ പ്രസിഡന്റ് പറയുന്നത് കൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ വിമൻസ് ഡേ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഡേവിസ് അച്ഛനെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡേവിസ് അച്ഛനെ പരിചയമില്ലാത്ത ഒരമ്മ പോലും ഇവിടെ ഇല്ല. പിന്നെ ഡേവിസ് അച്ഛനെ കുറിച്ച് കേൾക്കാത്തവരും ആരും തന്നെ ഇല്ല. അതുകൊണ്ട് കല്യാൺ രൂപതയുടെ സ്വന്തമാണ് ഡേവിസ് അച്ഛൻ. അതുപോലെ തന്നെ കല്യാൺ രൂപതയുടെ മാതൃസംഘത്തിൻ്റെ ഫോർമർ ഡയറക്ടറായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു കല്യാൺ രൂപത കണ്ടതിൽ ഇന്ന് വരെ ആ റെക്കോർഡ് പൊളിച്ചിട്ടില്ല ആരും. നമ്മുടെ താബോർ ഭവനിൽ വെച്ച് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന വിധേയത്തിൽ പിതാവിനെ കൊണ്ടുവന്ന് വിധേയത്തിൽ പിതാവ് ആദ്യമായി കല്യാൺ രൂപതയിൽ വന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഇനീഷ്യേറ്റീവിലായിരുന്നു. അന്നും മാതൃസംഘത്തിൻ്റെ ഒരു പ്രോഗ്രാമിലായിരുന്നു എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഡേവിസ് അച്ഛൻ്റെ ടോക്കുകൾ യൂട്യൂബുകളിലും അതുപോലെ തന്നെ ഡേവിസ് അച്ഛനെ എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ എവിടെ നമ്മൾ നോക്കിയാലും അച്ഛനെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കാണാൻ പറ്റി. പക്ഷേ അച്ഛൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്ന് എനിക്ക് ഏറ്റവും അടുത്തറിയാൻ സാധിച്ചത് ഇന്നലെയായിരുന്നു. കാരണം അച്ഛൻ ഇന്നലെ എൻ്റെ കൂടെ ആയിരുന്നു. CBD പാരീഷിൽ അച്ഛൻ കിടന്ന് CBDയിലെ ആ കൊച്ചു ഇടവകയിൽ ഏകദേശം ഒരു 100ഓളം വരുന്ന ആളുകളോട് അച്ഛൻ പറഞ്ഞ ചില പാസ്വേഡുകളും അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞ ആ ടോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് തോന്നുന്നു പൂനെയിൽ നിന്ന് വന്ന അമ്മച്ചിമാർ പറഞ്ഞു പൂനെയിൽ ഞങ്ങൾ 3 ദിവസം ധ്യാനിപ്പിച്ച ആ കഥയൊന്നും ഇവിടെ വേണ്ട എന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എനിക്ക് അച്ഛനെക്കുറിച്ച് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഒറ്റ വാക്ക് എൻ്റെ മനസ്സിൽ വരുന്നത് കരുണയും ദൈവസ്നേഹവും തൻ്റെ ജീവിതത്തിലൂടെ പ്രവൃത്തിയായി മാറ്റിയ ഒരു സമർപ്പിത പുരോഹിതൻ എന്നുള്ളൊരു ഹെഡിങ്ങാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക. അച്ഛനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് പറയുമ്പോൾ ഞാൻ ആ ബുള്ളറ്റ് പോയിന്റ് മാത്രം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ. 2009 ഒരു ദരിദ്രനായ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം വൃക്ക ദാനം ചെയ്ത
ധൈര്യശാലിയായ പുരോഹിതൻ. ഡേവിസ് അച്ഛൻ സ്ഥാപിച്ച കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഇന്ന് ഇന്ത്യയിലുടനീളം വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സഹായം, ട്രാൻസ്പ്ലാന്റ് പിന്തുണ, അവയവദാന ബോധവൽക്കരണം എന്നിവ നൽകുന്ന വലിയ മനുഷ്യ സേവനത്തിൻ്റെ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ ഹി ഓൾസോ ഫൗണ്ടഡ് ആക്സിഡൻറ്റ് കെയർ ആൻഡ് ട്രാൻസ്പോർട്ട് സർവീസ് ആക്ട്സ് എന്ന പേരിൽ. അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കക്കാരെ സഹായിക്കാൻ അദ്ദേഹം ആരംഭിച്ച മറ്റൊരു മനോഹരമായ സംരംഭമാണ് ഹങ്കർ ഹണ്ട് ഇൻ്റർനാഷണൽ. വിശപ്പോടെ കഴിയുന്നവർക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന ഒരു കാരുണ്യ പ്രസ്ഥാനം. അതുപോലെ തന്നെ ഏറ്റവും എനിക്ക് തോന്നുന്നു ടച്ചിങ് ആയി നമ്മുടെ പള്ളികളിലൊക്കെ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അച്ഛന്മാർ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ക്ലോത്ത് ബാങ്ക് മൂവ്മെൻറ്റ്. He has helped collect and distribute clothes to thousands of poor and needy families, restoring dignity in their life. അതോടൊപ്പം വൺ ഡയാലിസിസ് പ്രോഗ്രാം വഴി ദരിദ്രരായ വൃക്കരോഗികൾക്ക് ഡയാലിസിസ് സഹായം ലഭിക്കുവാൻ അനേകം ആളുകളെ അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഹി ഓൾസോ ദ വിഷണറി ബിഹൈൻഡ് ഹലോ റേഡിയോ 90.8 FM, a community radio prepared message of compassion, awareness and social responsibility. അതുപോലെ തന്നെ ഒരു കേൾക്കാം മൂവ്മെൻറ്റ് അച്ഛൻ്റെ ഒരു ഇനീസിയേഷനാണ്. മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് കേൾക്കുന്ന ഹൃദയവും കൗൺസിലിംഗ് സഹായവും നൽകുന്ന ഒരു മനോഹരമായ സംരംഭം അച്ഛൻ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ഫെയ്ത്ത് ബിക്കം മീനിങ്ഫുൾ വെൻ ഇറ്റ് ഈസ് ലീവ്ഡ് ത്രൂ ലവ് ആൻഡ് സാക്രിഫൈസ്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും പ്രചോദനകരമായ ചിന്തകളും നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിക്കുമെന്ന് ഞാൻ ഉറപ്പിക്കുന്നു. വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് ജോയ് ലെറ്റ് us warmly welcome our beloved ഡേവിസ് ചെറുമേലച്ഛൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് അച്ഛനെ നമ്മുടെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. ഇനിയുള്ള 1.5 മണിക്കൂർ നേരം അച്ഛനാണ്. അച്ഛനിലൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തമ്പുരാൻ തരാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. കല്യാൺ രൂപതയുടെ മാതൃസംഘത്തിൻ്റെ ഡയറക്ടറായിരുന്ന ആ കാലഘട്ടം കുറേ വർഷങ്ങളായിട്ടാണ്. എന്നാലും ഇപ്പോഴും ഞാനത് ഓർക്കുകയാണ്. നമ്മളൊരൊറ്റ വിളി വിളിച്ചാൽ പറന്നെത്തുന്ന അമ്മമാരായിരുന്നു ഇപ്പോഴും നിങ്ങൾ. എന്നാൽ അവർക്കൊരു ക്ലാപ്പ് കൊടുക്കാം. ഇതിൻ്റെ അപ്പുറം മതിൽ ചാടി കടന്നവനാണ് ഈ തേക്കേ തോമസ് എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം. ഇതിനപ്പുറത്തെ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളെല്ലാം ഉഷാറാണ്. അച്ഛനൊരു ഹെൽത്ത് ബ്രേക്ക് തന്നിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും അച്ഛന്മാരോട് ഇരുന്നോട്ടെ. അമ്മമാരെന്ന് എഴുന്നേറ്റ് നിന്നാൽ നമുക്കൊരു സർക്കസ് കാണിക്കാം. അല്ല, എഴുന്നേറ്റുന്നല്ലോ എല്ലാവരും. ഞാൻ പിടിച്ച പോലെ കൈ പിടിച്ചോ. ഓക്കെ, ദേ ഇങ്ങനെ അടിച്ചോ. നല്ലോണം നല്ലോണം നല്ലോണം. ദേ കണ്ട ബട്ടർഫ്ലൈസ് ഫ്ലൈയിങ്. അച്ഛൻ ഒന്ന് നോക്കിയേ, തിരിഞ്ഞു നോക്കിയ അച്ഛൻ. ഭയങ്കര രസമല്ലേ? കണ്ട, നല്ല രസമാണ്. ഓക്കെ, നല്ലോണം നല്ലോണം ഇളക്ക്. കൈ അങ്ങടെ ഇളക്കുക, അങ്ങനെ നല്ലോണം അങ്ങനെ ഇളക്കുക. ഓക്കെ, ഇനി താഴെ ഇട്ടിട്ട് ഇളക്കുക. പക്ഷേ വള ഊരി പോരുത്. ഓക്കെ, വള ഊരി പോവില്ല എന്നറിയാം. ഓക്കെ, ഇനി ഒന്ന് അടിച്ചോ. കൈ നല്ലോണം. കൈയടിച്ചാൽ സൗന്ദര്യം കൂടും. അടിച്ചോ. കണ്ട, അപ്പടിച്ച് ഇരിക്കും. ഈ കൈയടിച്ച സൗന്ദര്യം കൂടുന്നുള്ളത് വലിയൊരു സത്യം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ. മനസ്സിലായതുകൊണ്ട് മനസ്സിലായിട്ട് കാര്യമില്ല. അപ്പോൾ അതായത് ഈ കയ്യിൽ നിറച്ച് മർമ്മങ്ങളാണ്. അപ്പോൾ അത് അടിക്കുന്ന നിങ്ങളുടെ ഡേന്ന് അടിച്ചു കഴിഞ്ഞാലുണ്ടല്ല, കംപ്ലീറ്റ് നമ്മുടെ മർമ്മങ്ങളൊക്കെ ഷാർപ്പായിട്ട് അങ്ങോട്ട് ഫേസിലേക്ക് അങ്ങോട്ട് ബ്ലഡ് അങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് കണ്ണൊക്കെ തുറക്കില്ല. എന്നായാലും ഭയങ്കര പ്രസന്നവതരായി നിങ്ങൾ മാറും. വിമൻസ് ഡേയിൽ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജ്ഞാനം ദൈവം കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. അടിച്ചോ.
ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ അറിവല്ല, അത് വിജ്ഞാനമാണ്. ജ്ഞാനം കൊടുത്തിട്ടുള്ളത് സ്ത്രീകൾക്കാണ്. വിവേകം എന്ന് പറയുന്ന സാധനം. വിവേകം ഉണ്ടോ? ഉള്ളവർ മാത്രം കൈയടിക്ക്. ചില ആൾക്കാർ അടിക്കുന്നില്ലല്ലോ. രണ്ടാമത്തത് ഓ, അതായത് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ആദ്യമേ ജനിച്ചപ്പോൾ, നിങ്ങളൊരു സ്ത്രീയായി ജനിച്ചപ്പോൾ ആദ്യം നിങ്ങൾ കിട്ടിയ ഡെസിഗ്നേഷൻ എന്താണ്? പറ. അമ്മയുടെ മോളിൽ നിന്ന് മകൾ എന്ന ഡെസിഗ്നേഷനാണ് നിങ്ങൾ കിട്ടിയത്. നിങ്ങൾ എ ഡോട്ടർ. അമ്മയുടെ പൊന്നാര മകളായി ജീവിച്ചവർ മാത്രം കൈയടിച്ചൻ. അങ്ങനെ മകളായി ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് ആരോ വന്ന് എന്തുണ്ടായ? ആരോ വന്ന് കെട്ടിക്കൊണ്ടുപോയി. അപ്പോൾ കട്ടുകൊണ്ടുപോയി എന്നല്ല ഞാൻ പറഞ്ഞത്. ആരോ വന്ന് കൊണ്ടുപോയി. കെട്ടിയ പിന്നെ വീട്ടിൽ നിർത്തോ? കൊണ്ടുപോയി അതാ ഞാൻ പറഞ്ഞത്. കെട്ടിക്കൊണ്ടുപോയി. അപ്പൊ നിങ്ങളുടെ ഡെസിഗ്നേഷൻ മാറി. പിന്നെ ആരായി? ഭാര്യയായി. രണ്ടായി. ഇനി കുറച്ചാ കഴിഞ്ഞപ്പോ അതാ സംഭവിച്ചു. എന്താ ഉണ്ടായേ? സംഭവിച്ചത് പറ. പെറ്റു. പറയാത്തൊരു വിഷമം. പ്രസവിച്ചോടുകൂടെ നിങ്ങളുടെ ഡെസിഗ്നേറ്റ് പിന്നെയും മാറി. പിന്നെന്തായി? ഓർക്ക പറ. അമ്മ നല്ലോണം സന്തോഷത്തോടെ ജീവിച്ചൊരു മാത്രം കൈയടിയേ. നാട്യം. ഇനി അങ്ങനെ അമ്മയായിട്ട് ഇങ്ങനെ പോണ സമയത്ത് പെറ്റ കുട്ടി കെട്ടി അവൾ പെറ്റു. അപ്പൊ നിങ്ങൾ ആരായി? അമ്മാമ്മ. ഇത്രയും സ്ഥാനങ്ങളിൽ നടന്നു പോകാനുള്ള പവർ തന്നിട്ട് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഓ. മൂന്നാമത്തേത് എം. അവസരങ്ങൾ അത്ര നിങ്ങൾക്ക് തന്നു. മൂന്നാമത്തേത് എം എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെ പ്രചോദനം കൊടുക്കാൻ, മോട്ടിവേഷൻ കൊടുക്കാൻ കഴിവുള്ള ഒരാള് ലോകത്തില്ല. അത് നിങ്ങളാണ്. അടിച്ചോ. ഈ മോട്ടിവേറ്ററായിട്ട് വരുന്ന ലേഡീസ് കണ്ടിട്ടുണ്ട്. വന്നിട്ട് അങ്ങോട്ട് തകർത്തിട്ട് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം മോട്ടിവേറ്റേഴ്സാണ്. നിങ്ങളാണ് നിങ്ങളുടെ കുടുംബത്തെ മോട്ടിവേറ്റ് ചെയ്യുന്നവര്. മാതൃസംഘത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുടെ പേര് പറയൂ. ലേഡീസ്, നിങ്ങളുടെ പ്രസിഡന്റിന്റെ പേര് പറയാൻ എന്തുകൊണ്ടിപ്പോ നോക്കിയിരിക്കണത്? പേരെന്താ? എവിടെ കൊടുക്ക്. അതുകൊണ്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസിഡന്റ്, നിങ്ങളുടെ രൂപത അതിരൂപത പ്രസിഡന്റ്. അവര് ഒരു കാര്യം പറഞ്ഞാൽ, ഒരു വാക്ക് ചൊന്നാൽ 1000 ചൊന്ന മാതിരി. അതുപോലെ നിങ്ങളുടെ മക്കളെയൊക്കെ മോനെ അത് വേണ്ട പാടില്ല. അത് നന്നായി. നിങ്ങളാണ് ഈ ലോകത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും മോട്ടിവേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങളെല്ലാം. നിങ്ങളുടെ മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് അഭിമന്യ പിതാവ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മോട്ടിവേഷനിൽ നിന്നാണ്. അമ്മന്തടുണ്ടല്ലോ, കുരിശു വരച്ച് ഒരു പാട്ടുണ്ടല്ലോ. ഏതാ? അമ്മ മടിയിലിരുത്തി വിരലാൽ പാടേ. എന്നെ കൊണ്ട് മാത്രമൊക്കെ പാടിക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലേ. അമ്മ മടിയിലിരുത്തി. അപ്പൊ അപ്പൻ എന്താ ഇരുത്താഞ്ഞേ? അപ്പന് നേരില്ല. ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ആരുടെ മടിയിലാണ് ഇരുന്നിട്ടുള്ളത്? അവർക്ക് പറ. ഇരുന്നവര് മാത്രം പറഞ്ഞാൽ മതി. ആരുടെ മടിയിലാ? ആ മടിയിൽ ഇരിക്കാൻ നമ്മൾ തല്ലുകൂടുമായിരുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ അമ്മേരെ മടിയിലേക്ക് നീങ്ങി വരും. കാരണം വെച്ചാൽ പ്രാർത്ഥന കഴിയാറാവുമ്പോഴേക്കും നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അമ്മേരെ മടിയിലേക്ക് നീങ്ങി വരും. ഒരു കുട്ടിയുള്ളവർക്ക് കുഴപ്പമില്ല. 5-6 കുട്ടികൾ ഉണ്ടാവുമ്പോൾ അമ്മേരെ മടിയിൽ കുറേ തല വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ. നാലാമത്തത് ഈ എംപവർമെന്റ്.
ശക്തീകരണം. ഭയങ്കര ശക്തിയാണ് നിങ്ങൾക്ക്. നമ്മൾ വിചാരിക്കും ആണുങ്ങൾക്കാണ് ശക്തി എന്ന്. പെണ്ണുങ്ങളൊക്കെ എടുത്തിട്ട് മല മറിക്കണം. മല അങ്ങനെ പറയില്ലേ, മല മറിക്കാന്ന് പറയില്ലേ? മല മറിക്കണ പണി പോലും നിങ്ങളുടെ കയ്യിൽ അങ്ങോട്ട് ഏറ്റു തന്നു കഴിഞ്ഞാൽ കാലത്ത് അങ്ങടെ പണിയെ തുടങ്ങിയാൽ അലക്കി അലക്കി എവിടെ എവിടെ മുണ്ടു കല്ലുമ്മേ അലക്കണത് എവിടെയാ? ഇപ്പം അലക്കില്ല. മറ്റേ നമ്മൾ അലക്കുക, പിന്നെന്താ തുടയ്ക്കുക, പിന്നെ അടുപ്പിൽ ഊതുക. ഇതൊന്നും ഇപ്പം ഇല്ല. ഇങ്ങനെ മലമറിക്കണ പണികളാണ്, ശക്തിയാണ്. ഈ തൊഴിലുറപ്പുകാരുണ്ടാ? ആണുങ്ങളുണ്ട്. അത് ആണുങ്ങളുണ്ടാ? തൊഴിലുറപ്പിൽ ആരല്ലേ? അപ്പൊ ആർക്കാ ശക്തി? ഉറക്കെ പറ. നിങ്ങൾക്കാണ്. നിങ്ങളുടെ ശരീരം ഏത് കഠിനമായ പണി നിങ്ങളുടെ മുമ്പിൽ കണ്ടാലും നിങ്ങൾ അതിനെ ഏറ്റെടുക്കും. ശാക്തീകരണം. അപ്പോൾ ഈ പവറാണ് നിങ്ങൾ. യു ആർ ദ പവർ ഹൗസ്. മറ്റു കാര്യങ്ങൾ പിതാവ് എന്ന് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. ദ പവർ, ഒരു മനുഷ്യന്റെ എനർജി അത് ആരംഭിക്കുന്നത്, കഥ പറയല്ല പ്രിയമുള്ള അമ്മമാരെ, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം യു. ഏത് മാർപ്പാപ്പയല്ല, ലോകത്തിലേത് രാജാവും ജീവിതത്തിന്റെ ആദ്യത്തെ ശക്തി പ്രാപിക്കുന്നത് ഒരമ്മയുടെ ഉദരത്തിൽ നിന്നാണ്. കൊടുക്ക്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ഇന്ന് വേൾഡ് വിമൻസ് ഡേ, ഇന്റർനാഷണൽ വിമൻസ് ഡേ ആചരിക്കുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കണം. ഞാൻ ആരാണെന്ന് എനിക്കറിയണം. നീ ആരാണെന്ന് നിനക്കറിയില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ നീ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആരാ ആരാ അത് നിങ്ങൾക്കറിയണം. അതിനാണ് അച്ഛനെല്ലാം പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ആരാണെന്ന് എനിക്കറിയാം എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അത് അധികം കൂടാണ്ടിരിക്കാൻ ശ്രദ്ധിച്ചോളൂ. അല്ലാതെ പറഞ്ഞു ചിലപ്പോൾ പിതാവ് കണ്ടമാനം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ആരടാ അങ്ങനെ ചോദിക്കരുത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ പൊസിഷൻ എന്താണ്? ഈ ലാസ്റ്റ് എൻ നർച്ചറിങ്, പാലനം, വളർത്തുന്ന. ഇതുപോലെ നിങ്ങൾ കുറച്ച് വിത്ത് കൊടുത്തു നോക്കിയാൽ ആ അമ്മമാരത് നട്ട് നനച്ച് വളർത്തി കൃഷി ചെയ്യാൻ എത്രമാത്രം തീഷ്ണത മണ്ണിൽ. നിങ്ങളോ നിങ്ങളുടെ മക്കളെ വളർത്താൻ. അപ്പം ഇന്ന് പിതാവ് ഇന്ന് കുർബാനയിൽ പറഞ്ഞില്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പകുതി സമയം ഉറക്കം നിങ്ങൾ മിസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിയിട്ടുള്ളത്. ഉറക്കം മിസ് ചെയ്തിട്ട്. ഉറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം, ഉറങ്ങില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കാണാതെ സ്നേഹിച്ചവരാണ്. ഭർത്താവിനെ കണ്ടിട്ടല്ല സ്നേഹിച്ചു തുടങ്ങിയത്, പക്ഷെ നിങ്ങളുടെ മക്കളെ കണ്ടിട്ട് പോലുമില്ല. ഇതിലുണ്ട് എന്നറിയാം. കാണാതെ സ്നേഹിക്കുന്നതാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് തോമാസിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാതെ സ്നേഹിച്ചവർ ഭാഗ്യവാന്മാർ. ആരാ? അടുക്ക് ദൂട്ടത്. കാണാതെ സ്നേഹിച്ചവരാ നിങ്ങൾ. നിങ്ങളുടെ വയറ്റിലുള്ള കുട്ടിയെ അപ്പനോ ഈ ലോകമോ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. പക്ഷേ എത്ര മാസത്തോളം നിങ്ങൾ ഓർത്തോർത്തോർത്തോർത്ത് സ്നേഹിച്ചു. നിങ്ങളുടെ ഭർത്താവിൻ്റെ മുഖത്ത് 1 മണിക്കൂർ നേരം നോക്കിയിരിക്കാൻ പറ്റും എന്നുള്ളവരൊന്ന് കൈബന്ധിച്ച്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലായി? നിങ്ങളുടെ ഭർത്താവ് കല്യാണത്തിന് മുമ്പ് എന്തായിരുന്നു? കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് ചോദിക്കേ, ഡേവിസ് സർമലച്ച ചോദിച്ചു, എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു നിങ്ങൾക്ക്, എന്റെ മുഖത്ത് 1 മണിക്കൂർ നോക്കിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിരിക്കും 1 മണിക്കൂർ? ഇരിക്കുന്നുള്ളവർ മാത്രം കൈയടിച്ചേൻ. അടിച്ചു. ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുള്ളോ? പ്രിയമുള്ളവരെ, ബാക്കിയുള്ളവരൊക്കെ നോക്കിയിരിക്കണേ. മനസ്സിലായി? പ്രിയമുള്ളവരെ, ഇതെന്തിനാ അച്ഛൻ പറഞ്ഞെന്നറിയോ? എന്നാൽ നിങ്ങൾ 1 മണിക്കൂറല്ല,
മണിക്കൂറുകളോളം നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ട് നിങ്ങളുടെ കുട്ടികളുടെ മുഖത്തേക്ക്. നിങ്ങൾക്ക് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിരിക്കാൻ പറ്റില്ല, വേറെ ആരുടെ മുഖത്ത് നിങ്ങൾ നോക്കിയിരുന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നെന്ന് പിതാവ് പറഞ്ഞില്ലേ, ആ കുട്ടിയെ നിങ്ങൾ കണ്ണടയ്ക്കാണ്ട് നോക്കും. നിങ്ങളൊരാളുടെ മുഖത്തേക്ക് ഇപ്പം നോക്കിക്കോ, കുറച്ച് കഴിയുമ്പോൾ കണ്ണടച്ചു പോവും. പക്ഷേ അന്ന് നിങ്ങൾ കണ്ണ് അടയ്ക്കാൻ ആഗ്രഹിച്ചാലും ആ കണ്ണ് അടയില്ല. ഇതൊക്കെ നിങ്ങളുടെ ക്വാളിറ്റീസാണ്. നിങ്ങൾ അവരിവരും പറഞ്ഞു കേട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ആടരുത്. നീ അങ്ങനെയാണ്. ലോകത്തിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ജീവിക്കരുത്. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ അതാണ് ഇന്നത്തെ ദിവസങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാക്കണം. മനുഷ്യൻ പറയുന്നത് പോലെയല്ല ആകേണ്ടത്. അപ്പോൾ നർച്ചറിങ്, പാലനം, ഇത്രമാത്രം വളർത്താനുള്ള കപ്പാസിറ്റിയുള്ള വ്യക്തികൾ. ഇതാണ് വിമൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അച്ഛൻ പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ ശക്തി, ബലം നിങ്ങൾ തിരിച്ചറിയണം. യു ആർ സോ പവർഫുൾ. നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ ഉള്ളിലെ ജ്ഞാനം അത് നിങ്ങൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയണില്ല. ഞാൻ ആരാണെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുള്ളത്. ആവിഷ്കാര സ്വാതന്ത്ര്യം. നിങ്ങളുടെ കയ്യിലൊരു വെറുതെ ഒരു സൂചി നൂലും തൊടുത്താൽ ആ തുണിയിൽ നിങ്ങൾ കുത്തി അങ്ങനെ ക്ഷമ ആർക്കും ഉണ്ടാവില്ല. മനോഹരമാക്കുക നിങ്ങൾ. ഇതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള വലിയ നന്മകളാണ്. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ വിലമതിക്കണം. മോളുടെ പേരെന്താ? റേച്ചൽ. റേച്ചലിന് ഏറ്റവും സ്നേഹമുള്ള 3 ആൾക്കാരുടെ പേര് പറഞ്ഞേ. അപ്പച്ചി, അപ്പച്ചൻ, അമ്മച്ചി. 2 അമ്മച്ചിമാര്, പിന്നെ 3 മതി. എല്ലാവരും കൂടി പറയാൻ നിൽക്കണം. പക്ഷെ ഇവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ എനിക്കറിയാം, പക്ഷെ നിങ്ങൾക്കറിയില്ല. അത് അവൾ പേര് മറച്ചു വെച്ചിരിക്കുകയാണ്. ഞാനത് പറയാൻ പോവാണ്. ഞാനതൊക്കെ രഹസ്യത്തിൽ അറിഞ്ഞു, പക്ഷെ അവളത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ഈ 3 പേരെക്കാൾ ഇഷ്ടമുള്ള ഒരാളുണ്ട്. ഞാൻ പറയട്ടെ, അത് എച്ചിലോട് വിഷമം തോന്നരുത്. ഞാൻ പറയാൻ പോവാണ്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. റേച്ചൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് റേച്ചൽ. നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഒരാളെയും നമ്മൾ സ്നേഹിക്കില്ല. അതുകൊണ്ട് ആദ്യം നിങ്ങളെ സ്നേഹിക്കണം. ഇത് ഞാൻ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞാണ്. നീ നിന്നെ സ്നേഹിക്കുന്ന പോലെ അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കണില്ലെങ്കിൽ എനിക്ക് വല്ലവരും സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. റേച്ചല് വിഷമൊന്നും ഉണ്ടായില്ല. ഒരു 3-4 മിനിറ്റ് പറ്റും. അപ്പോ റേച്ചലിൽ എനിക്കറിയാട്ടാ. റേച്ചലിന്റെ അമ്മേനെ എനിക്കറിയാം, അല്ലേ? റോസമ്മാൻറ്റി മാതൃസംഘത്തിലെ മുള്ളൻഡിന്ന് വന്നിട്ടുള്ളവരൊന്ന് കൈവന്നിച്ച മുള്ളൻഡ്. അത് ശരി, ഇവിടെ ഇരിപ്പുണ്ടല്ലേ? ഓക്കെ. പ്രിയമുള്ളവരെ, ആദ്യം നിങ്ങളെ അറിയണം, നിങ്ങളെ വിലമതിക്കണം, നിങ്ങളെ സ്നേഹിക്കണം. ഇനി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ആ അവസ്ഥയിലേക്ക് ഞാൻ കുറച്ച് സമയത്തേക്ക് നയിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൈവം തൻ്റെ ഛായയിലെ മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:27. ആര് സൃഷ്ടിച്ച്? മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 2:27 പറയുന്നു, ആ മനുഷ്യനിൽ നിന്ന്, ആ പുരുഷനിൽ നിന്ന് ഒരു വാരിയെല്ലെടുത്ത് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം നൽകി. ഉൽപ്പത്തി 2:22. എല്ലാ സൃഷ്ടികർമ്മവും പിന്നെ നടന്നത് എവിടെയാണ്? ഈ സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് പിന്നെ മനുഷ്യ സൃഷ്ടി നടന്നത് എവിടെയാണ്? നിങ്ങളിലാണ്. പിന്നെ ദൈവം കൈവിട്ടു. ഇനി നിങ്ങളാണ്. ദൈവം ആദത്തെ സൃഷ്ടിച്ചു, പിന്നീട് ആദത്തിന്റെ ഭാര്യയിലെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. പിന്നെ സൃഷ്ടികർമ്മം മുഴുവൻ നടന്നത് സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ്. പിന്നെ നിങ്ങളാണ്. ആ സൃഷ്ടികർമ്മത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളെ ദൈവം ഏൽപ്പിക്കുകയാണ്. എന്തോരം നിങ്ങളെ വിലമതിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
ഇത് ഭർത്താവ് തരുന്ന വില, നാട്ടുകാർ തരുന്ന വില അതൊന്നല്ല. അവരൊക്കെ പലതും പറയും. ദൈവം നിങ്ങളെ എത്രമാത്രം വിലമതിച്ചു, അത്രമാത്രം ദൈവം നിങ്ങളെ വിലമതിച്ചിട്ടുണ്ട്. ഈ സൃഷ്ടികർമ്മം വായിക്കുമ്പോണ്ടില്ല, ഈ അവസാനമാണ് സ്ത്രീയെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവസാനമാണല്ലേ ഞങ്ങളെ സൃഷ്ടിച്ചത്, ആദ്യമൊക്കെ ഫസ്റ്റ് പ്രൈസൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങൾക്കൊരു കൺസലേഷൻ പ്രൈസ് അവസാനം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. അവസാനമാണ് കൂട്ടപ്പൊരിച്ചിൽ. തൃശ്ശൂർ പൂരത്തിന് എല്ലാവരും കാത്തു നിൽക്കുക. എന്ത് കാണാനാ? പറ, എന്ത് കാണാനാ? വെടിക്കെട്ടിന്റെ അവസാനം. അവിടെ എന്താ ഉള്ളത്? കൂട്ടപ്പൊരിച്ചില്. അത് കാണാനാ നിൽക്കണേ. അപ്പം നിങ്ങൾ അവസാനം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ കരുതി അത് ചെറുതാണെന്ന് കരുതരുത്. അതാണ് ക്യാമായിട്ടുള്ള കാര്യം. ഇനി അവസാനമാണ് സൃഷ്ടിച്ചതെങ്കിലും ഈ ലോകത്തിൽ നിങ്ങൾ എവിടെ പോയിക്കോ അവിടെ എന്തെന്നാണ് പറയുക? എന്തെന്നാ പറയുക? ലേഡീസ് കൊട്ടുക്ക് കൈയടി കൊടുക്ക്. കണ്ട? അപ്പോ ദൈവം നിങ്ങൾ ലോകത്തിൽ ഏത് രാജ്യത്ത് പൊക്കോ. ഞാനൊക്കെ ഇപ്പൊ എമിഗ്രേഷനിൽ പിതാവ് ഓരോ ഗൾഫ് രാജ്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കണിട്ടാ. അപ്പോ നോക്കുമ്പോ അവിടെ പ്ലീസ് നമ്മളൊക്കെ ലൈനിൽ മണിക്കൂർ നിൽക്കാം. അപ്പൊ ഒരു പെണ്ണ വന്നു ഒരു കുട്ടീനെയും കൊണ്ട്. അപ്പൊ ഈ അറബി ഉണ്ടല്ലോ കാം ഏറ്റവും മുമ്പിലെ കൊണ്ട് നിർത്തി. ഞാൻ ചോദിച്ചത് എന്തത്, ഞാനിവിടെ 1 മണിക്കൂറായില്ലോ നിൽക്കണല്ലോ. ലേഡീസ് ഫസ്റ്റ്. നിങ്ങൾ ഏത് രാജ്യത്ത് പൊക്കോ ഒരു ലേഡി വന്നു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും പ്ലീസ് ലേഡീസ് ഫസ്റ്റ്. ഇപ്പം അവസാനം സൃഷ്ടിച്ചതിൻ്റെ വിഷമം മാറിയോ? കുഴപ്പമില്ലല്ലോ. അടുക്കേ നിങ്ങൾ എന്തൊട്ട് മനുഷ്യരാന്ന് കണ്ടോ. അപ്പം അവസാനമാണ് സൃഷ്ടിച്ചതെങ്കിലും ലോകത്തിൽ എവിടെ ചെന്നാലും ലേഡീസ് ഫസ്റ്റ്. പക്ഷെ ഒരു കാര്യം ഞാൻ ബൈബിളിൽ ഇങ്ങനെ വായിച്ചപ്പോൾ ദൈവം എല്ലാ സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് 7-ാം ദിവസം പറയുന്നുണ്ട്. ഉൽപ്പത്തി ദിവസം 2-3 വാക്യങ്ങളിൽ ദൈവം വിശ്രമിച്ചു ഇല്ലേ? പക്ഷേ ഈ സ്ത്രീയെ സൃഷ്ടിച്ചിട്ട് വിശ്രമിച്ചു എന്ന് മാത്രം പറഞ്ഞു. അത് ബൈബിളിൽ കണ്ടിട്ടില്ല. സ്ത്രീയെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം വിശ്രമിച്ചു എന്നുള്ള വാക്ക് ബൈബിളിലില്ല. എനിക്കറിയില്ല. വിശ്രമുണ്ട്. അത് 2 കാര്യവും പറയണല്ലോ. ഇനി ആദുണ്ടല്ലോ, ആദത്തിന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ വിഷമിക്കണ കണ്ടിട്ട് ആദത്തിന് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും ചിരിച്ചു തുടങ്ങി. കഴിഞ്ഞിട്ടില്ല, പറയട്ടെ അങ്ങോട്ട്. അപ്പോൾ ഈ ആദത്തിന്റെ വിഷമങ്ങളൊക്കെ പോട്ടെ, നീയൊന്ന് വിഷമിക്കാണ്ടിരിക്കടാ, ഞാനിതാ നിനക്കൊരു ആശ്വാസത്തിൻ്റെ ഒരു സമ്മാനം തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ദൈവം ആരെ കൊടുത്ത. എന്നിട്ട് എന്തുട്ടുണ്ടായേ? അതിൻ്റെ സമാധാനം ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ പറഞ്ഞത് അതിൻ്റെ സമാധാനം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കൂടി പോയി എന്ന് പറഞ്ഞു. അതിന് ഞാനെന്താ തെറ്റ്? ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളെ പറഞ്ഞത്. അതാ എന്തൊരു സമാധാനമായിട്ട് ഒറ്റയ്ക്കാണെങ്കിലും എന്തൊരു സമാധാനമായിട്ട്. കുറച്ച് വിഷമമുണ്ട്, പക്ഷേ സംഭവം എന്താന്ന് വെച്ചാല് പിതാവേ, നമ്മൾ നോക്കുമ്പോണ്ടല്ലോ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും നിങ്ങൾ എടുത്തു നോക്കിക്കോട്ടാ. ആണും പെണ്ണുണ്ടേല് ഉണ്ട. അപ്പൊ അതില് കോഴീനെ നോക്കി നിങ്ങൾ. കോഴി ചാത്തനുണ്ട്. ഏതിനാ ഭംഗി? പറ. നിങ്ങൾ ആനനെ നോക്കി. ആന പെടയുണ്ട്. ഏതിനാ ഭംഗി? നിങ്ങൾ മാനിനെ നോക്കിയ മാൻ അത് പെടയുണ്ട്. അതിൽ ഏതിനാ ഭംഗി? ആണിനാണ്. മനസ്സിലായ? ആന, കോഴി, മയിലില്ല, മയില് അതിൻ്റെ ആണുണ്ട് പെണ്ണുണ്ട്. ഏതിനാ ഭംഗി? ഈ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മാത്രം
ഇവിടെ മാത്രം ദൈവം ഒരു പക്ഷപാതം കാണിച്ചു. ബാക്കി എല്ലാ മൃഗങ്ങൾക്കും ആണുങ്ങൾക്ക് സൗന്ദര്യം കൊടുത്തു. മനുഷ്യർ സൃഷ്ടിച്ചപ്പോ വേണമെങ്കിൽ പറ, ആർക്കാ സൗന്ദര്യം കൊടുത്തേ? ഓർക്ക പറ. ചില ആൾക്കാർ നോക്കിയിട്ട് എനിക്കൊന്നുമില്ല, ഞാൻ പറയില്ല. ഈ മുഖത്തെ സൗന്ദര്യമല്ല. പ്രിയമുള്ള അമ്മമാരെ, നിങ്ങൾ എത്രമാത്രം ദൈവം സ്നേഹിച്ചു എന്നുള്ള എൻ്റെ ഏറ്റവും പരമമായ സത്യമാണ് അഭിനന്ദ പിതാവ് ഇന്ന് കുർബാന മധ്യേ പറഞ്ഞത്. ദൈവലോകത്തിലേക്ക് ഒരൊറ്റ നോട്ടം നോക്കി. എന്തിപ്പോ വേണ്ടത്? എൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് ഒന്ന് അയക്കണം. ആരുടെ കയ്യിൽ കൊടുക്കാം? ആരുടെ കയ്യിൽ എൻ്റെ മോനെ കൊടുക്കണം? സെലക്ട് ചെയ്തതുണ്ടല്ലോ, ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീയെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കൂ, ദൈവം എത്രമാത്രം വിശ്വസിക്കുന്നത് ഒരു സ്ത്രീയാണ്. അതെല്ലാ സ്ത്രീകളെയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൂമുഖവാതിലിൽ സ്നേഹം തുളുമ്പുന്ന ഭാര്യ. ലോനപ്പേട്ട ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ദേ നിൽക്കണു ത്രേസ്യാമ്മ. ആ ത്രേസ്യാമ്മ ഒന്നും മനസ്സിലാക്കണ്ടേ, തൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരല്ലേ, ഒരു ഗ്ലാസ് ജ്യൂസ് തണുത്തത് ഐസൊക്കെ ഇട്ടിട്ട് കൊടുത്ത അയാൾക്ക് എന്തൊരു സന്തോഷാവും. അങ്ങനെ നിൽക്കുന്ന എത്ര ഭാര്യമാരുണ്ട്. പിന്നെ അങ്ങനെ പറയരുത്. ആ മനുഷ്യൻ വരുമ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ഗ്ലാസ് ജ്യൂസായിട്ട്, അപ്പോൾ ലോനപ്പേട്ടൻ അത് വാങ്ങിച്ചിട്ട് കുടിക്കരുത്. അത് അയാളും ചെയ്യരുത്. എന്തൊരു മനുഷ്യനത്. നമ്മൾ സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യണം? നീ കുടിക്കുക, എന്നിട്ട് ഞാൻ കുടിക്കാം. അങ്ങനെ കാണിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എന്ന് നിങ്ങൾ കരുതരുത്. നീ കുടിച്ചിട്ട് ചാവോന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് കുടിക്കാൻ. പത്രമൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, മനസ്സിലായില്ല? അതാ ഞാൻ പറഞ്ഞത്. എല്ലാ സ്ത്രീകളെ കുറിച്ച് ദൈവം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാ? പുരുഷനെയാണോ സ്ത്രീയാണോ? സ്ത്രീയെ. ആ വിശ്വസ്തത പ്രിയമുള്ളവരെ, ദൈവത്തിന് പ്രത്യേകമായൊരു പരിഗണന നിങ്ങളോടുണ്ട്. കർത്താവ് ഈ ലോകത്തിൽ 3 വർഷക്കാലം നടന്നിട്ട് കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്തോരം സ്ത്രീകളായിരുന്നു. കല്ലറിലെ ആദ്യത്തെ ഇതാരാ? പത്രോസ അല്ല. ആദ്യ കർത്താവ് പ്രത്യക്ഷപ്പെട്ടത് ആരാ? ഒരു സ്ത്രീക്കാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ഭർത്താവിനെ പരിഗണിക്കണമെന്നില്ല, ഞാൻ വെറുതെ ഒരു വേലക്കാരിയാണ്, വന്നപ്പോൾ ഒരു റാണിയെ പോലെ വന്നു, ഇപ്പം ഞാനിവിടെ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞിരിക്കരുത്. നിങ്ങൾ ഈ ഭർത്താവിൻ്റെ വായെന്ന് വരുന്ന 2 വാക്ക് കേട്ടിട്ടാണോ നിങ്ങൾ ജീവിക്കണത്? അല്ല. പ്രിയമുള്ള, ഞാൻ സ്ത്രീ എന്ന കാര്യത്തെക്കുറിച്ച് മാത്രം ഇപ്പം പറയണം കേട്ടോ. സൃഷ്ടികർമ്മത്തിൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ ആദത്തിന് ദൈവം കൊടുത്ത ആശ്വാസമാണെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും അനുഭവിക്കുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. അവർ പറയും, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം എൻ്റെ ഭാര്യയാണ്. ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും അവൾ പറയാം, പോട്ടെ ചേട്ടാ, അതൊക്കെ പോട്ടെ, എന്ത് പറഞ്ഞാലും അപ്പൊ അതുകൊണ്ട് അങ്ങനെ എന്ത് നിങ്ങൾ പറഞ്ഞാലും നിങ്ങളുടെ ഭർത്താവ് ഈ പാട്ട് പാടാന്ന് പഠിപ്പിച്ചു കൊടുക്കേ. ഈ പോയിട്ട് പറയാ, ഇനി എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ഈ പാട്ട് പാടിയോളാം, അപ്പൊ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദൈവം വലിയൊരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവ് നിങ്ങൾ മനസ്സിലാക്കണം. ജീവൻ മുളയ്ക്കുന്നത്, അതായത് ദൈവത്തിൻ്റെ ജീവൻ മുളയ്ക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലാണ്. നിങ്ങളുടെ ശരീരം ദൈവം പിറക്കുന്നു മനുഷ്യനായി ബേത്ലഹേമിൽ. ആ ബേത്ലഹേമാണ് നിങ്ങളുടെ ഗർഭപാത്രം. അവിടെയാണ് ദൈവം പിറക്കുന്നത്. അവിടെയാണ് മദർ തെരേസ പിറന്നത്. അവിടെയാണ് അൽഫോൻസമ്മ പിറന്നത്. അവിടെയാണ് ഹെലൻ കെല്ലർ പിറന്നത്. ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരും ദൈവത്തിൻ്റെ ദൈവം പിറക്കുന്ന സ്ഥലം. എന്താണ് നിങ്ങൾ കല്യാണം കെട്ട് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തില്ലേ? അപ്പം നിങ്ങൾ എവിടെ നിന്നേ? ഏതവസ്ഥ? എടുത്തവസ്ഥ? വലത്ത? എടുത്താണോ? ഉറപ്പാണോ?
എന്താ കാരണം എടുത്തു നിർത്തണേ? നിങ്ങൾ എന്താ എടുത്തു നിർത്താൻ? വലുത്തു നിർത്തിക്കൂടെ? ഒന്ന് നിങ്ങളിതൊക്കെ ചോദിക്കണ്ടേ? എന്താ ഞാൻ വലുത്തുന്നാല് എന്നെ എടുത്തു നിർത്തണേ? എന്താ കാര്യം? എന്താണ്? ഞങ്ങൾക്കിതൊന്നും അറിയില്ല, അച്ഛന്മാര് പറഞ്ഞു ഞങ്ങൾ നിന്നു. അങ്ങനെ അറിയാണ്ട് നിൽക്കരുത്. ചോദിക്കണം, എന്താ ഞങ്ങൾ എടുത്ത് നിൽക്കണേ? ഇത് ഇപ്പൊ LDF ഭരിക്കണ കാരനാണോ എന്ന് ചോദിക്കണം. അല്ല, മനുഷ്യന്റെ ഈ ഭാഗത്തുണ്ടല്ല, ഇവിടെയാണ് എന്ത്? ഹൃദയം. അപ്പോ ഈ ലോകത്തിലെ കുടുംബത്തിൻ്റെ ഹൃദയമാണ് ആര്? അടിക്ക്. നിങ്ങൾ അതുകൊണ്ടാണ് അങ്ങടുക്ക് എന്ന് നിങ്ങൾ എടുത്തുകൊണ്ട് നിർത്തും. അതായത് ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഭർത്താവ് തല, നിന്റെ ശിരസാണ്, കേട്ടിട്ടില്ലേ? അപ്പൊ നിങ്ങളാരാ? ഹൃദയം. തലയിലാണോ ഹൃദയത്തിലാണോ കൂടുതൽ സ്നേഹം? അതുണ്ടാവണമെന്നാണ് ഈ പറയണേ. അപ്പൊ നിങ്ങളാണ്, ഈ ഹൃദയമാണ് എപ്പോഴും അനങ്ങണത്. ഇല്ലേ? തല അനങ്ങണ്ട, ഒന്നാട്ട്. അതന്നെ. ഈ തലയ്ക്കല്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിനാണ്. പണ്ടൊക്കെ, പക്ഷെ ഇപ്പൊ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടാ. പണ്ടൊക്കെ മരിക്കണേന് എന്താ പറയാ? ഹൃദയസ്തംഭനം മൂലം മരിച്ചു. ഇപ്പൊ അത് മാറ്റി. അതൊക്കെ ഓരോരുത്തരം പരിപാടികളില്. ഇപ്പൊ ബ്രെയിൻ ഡെത്ത്. ഹൃദയം സ്തംഭിച്ചാലും കുഴപ്പമില്ല, ബ്രെയിൻ ഉണ്ടല്ലോ എന്നാ പറയണേ. മനസ്സിലായ? നിങ്ങൾക്കൊരു സ്ഥാനചലനം മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട് ആരോ ഇതിൻ്റെ ഇടയക്കോടെ. പക്ഷെ അതായത് പണ്ടൊക്കെ മരിക്കുമ്പോൾ ഹൃദയം സ്തംഭിച്ച് മരിച്ചു. ഹൃദയം സ്തംഭിച്ചാലൊന്നും കുഴപ്പമില്ല, തല 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 തല. പക്ഷെ ഹൃദയത്തിലാണ് സ്നേഹം ഇരിക്കുന്നത്. ഇനി സ്ത്രീകളുടെ സവിശേഷതകൾ ഓരോന്നും പറയാൻ പോണ്. ഓരോന്നും പറയുമ്പോൾ കൈയടിച്ചോളൂ കേട്ടോ. ആദ്യത്തേത്, സ്ത്രീ എന്ന് പറയുന്നത് ആർക്കും നൽകാൻ കഴിയാത്ത ആർദ്രമായ സ്നേഹം ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അടിച്ചോ? അത് അനുഭവിക്കാത്ത ആരും ഈ ലോകത്ത് ഇല്ല. കാരണം ജനിച്ചവരെല്ലാം ഒരു സ്ത്രീയുടെ ആർദ്രമായ സ്നേഹം ആ കുട്ടിയെ കാണുന്ന ആ കണ്ണുകളിലൂടെ പകർന്നു കൊടുത്തിട്ടുള്ളതാണ്. ആ കുഞ്ഞ് ആദ്യമായി കണ്ട ഒരു കണ്ണാണ്. അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ലല്ലോ. കുട്ടിക്ക് ഇത് എന്ത്, ഈ പെണ്ണെന്നെ ഇങ്ങനെ തുറപ്പിച്ചോ, കുറെ നേരം ഇല്ല നോക്കണത്, എന്തത്, ഇതാരത്, കുട്ടിക്ക് മനസ്സിലായില്ല. ഇല്ല. പിന്നെ എങ്ങനെയാണ് കുട്ടി ഇത് എൻ്റെ അമ്മയാണെന്ന് മനസ്സിലാക്കിയത്? നിങ്ങളുടെ ആർദ്രമായ സ്നേഹത്തിൽ നിന്നാണ് അത് മനസ്സിലാക്കിയത്. 2, ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളതും അത് ചെയ്യുന്ന വ്യക്തിയാണ് സ്ത്രീ. അടി. 3, ക്ഷമാശീലം, പൊറുക്കാനും ക്ഷമിക്കാനും. നിങ്ങൾ എന്തെല്ലാം കുടുംബത്തിലുണ്ടായാലും നിങ്ങളൊന്ന് കണ്ണടച്ച് നന്നായിട്ട് കിടന്നുറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് പറയും, അതൊന്നും എനിക്ക് ഓർമ്മയില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടും, ഞാനിത് പറഞ്ഞിട്ടും ചില ആൾക്കാർ അടിക്കണില്ല. കാരണം പിന്നെ ഈ പിന്നേക്ക് ഭയങ്കര അർത്ഥമുണ്ട് കേട്ടോ. എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ആലോചിക്കാൻ മാതാവിനെ എന്തെല്ലാം പഴി കേൾക്കേണ്ട വന്നു. ഒരു അക്ഷരം മിണ്ടില്ലല്ലോ അമ്മ. കൊല്ലട പറഞ്ഞതാണ്. പൊറുക്കാനും ക്ഷമിക്കാനും. ഞാൻ ഇന്നലെ പറഞ്ഞ അച്ഛൻ്റെ പള്ളിയിൽ വെച്ചിട്ട്, ഉമ്മ കൊടുക്കണം സ്വന്തം മകനെ, ഒറ്റാണ്. നിജനിത്ര കാശിനാശ അറിഞ്ഞെങ്കിൽ ഇരന്നിട്ടും കാശു നൽകാതിരുന്നയ്യോ ചതിച്ചോ പുത്ര. അർണോസ് പാതിരി എഴുതിയതാണ്. മാതാവ് അങ്ങനെ മനസ്സിൽ ഓർത്തുണ്ടാവോ എന്ന് എനിക്കറിയില്ല. മനുഷ്യമായിട്ട്
മോനെ നിനക്ക് 30 വെള്ളിക്കാശ് വേണമെന്ന് പറഞ്ഞെങ്കിൽ ഈ അമ്മയോട് പറയാമായിരുന്നില്ലടേ, ഞാൻ ജെറുസലേം മുഴുവൻ തെണ്ടി നടന്നിട്ടെങ്കിലും നിനക്ക് 30 വെള്ളിക്കാശ്. എന്തിനാടാ മോനെ നീ എൻ്റെ മോനെ നീ എന്തിനാടാ ഇങ്ങനെ ചതിച്ചൊറ്റിയത്? പ്രിയമുള്ളവരെ, ആ അമ്മ തൻ്റെ ശിഷ്യന്മാരൊക്കെ, യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോയിട്ടും ആ ശിഷ്യന്മാരുടെ കൂടെയാണ് അമ്മ ജീവിച്ചത്. എല്ലാം മറക്കാനും എല്ലാം ക്ഷമിക്കാനും കഴിവുള്ളവർ മാത്രം കൈയടിക്കുക. ഓരോന്നോരോന്ന് നിങ്ങൾക്ക് കിട്ടണ അടിക്കുമ്പോ അടി. വീട്ടിൽ പോയിട്ടൊക്കെ ഇത് ചെയ്തോളൂട്ടാ. സൗന്ദര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ദൈവം നിങ്ങൾക്കാണ് സൗന്ദര്യം, ബാഹ്യമായതും ആന്തരികമായതും. ആന്തരിക സൗന്ദര്യത്താൽ നിങ്ങൾ കല്യാണത്തിൻ്റെ അന്നൊരു ലേഖനം വായിച്ചത് ഓർമ്മയുണ്ടാ? അവിടെ അല്ലേ, ഭാര്യയുടെ മോടിയിലല്ല, പിന്നിയ സ്വർണ്ണാഭരണങ്ങളിലല്ല, ആന്തരിക സൗന്ദര്യമാണ് എന്ന് പൗലോസിലെ പറഞ്ഞിട്ടാണ് നിങ്ങളെ കല്യാണം കഴിപ്പിക്കുന്നത്. ഇനി ഈ സ്വാധീന ശക്തി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ടായി. സ്വയം മറന്ന് ജീവിക്കാൻ. ഞാനിപ്പോൾ ഈ കിഡ്നി മേഖല ആയതുകൊണ്ടുണ്ടല്ലോ, മിക്ക കുടുംബത്തിലെ കിഡ്നി രോഗികൾക്കും കിഡ്നി കിട്ടുന്നത് അമ്മയുടെ കയ്യിൽ നിന്നാണ്. കാരണം അമ്മ പറയും, ഞാൻ തരാം മോനെ. അപ്പം അമ്മ 3-4 പ്രാവശ്യം വയറ് കീറി ഓരോന്നിനെ പ്രസവിക്കാൻ. തണ്ടൽ വേദന, സർവമാന വിഷമതകൾ, രോഗങ്ങൾ. എന്നാലും ആ അമ്മ പറയും, ഞാൻ തരാം മോനെ, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, മോന് ഞാൻ തരാം. പ്രിയമുള്ളവരെ, സ്വയം മറന്ന് സ്നേഹിക്കാൻ, സ്വയം മറന്ന്, ഇതൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. നിങ്ങൾ ഇന്ന് പോയിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ബാത്റൂമിൽ കയറിയിട്ട് വാതിലടച്ചിട്ട് ആ കണ്ണാടിയുടെ മുകളിൽ നിന്നിട്ട് ഒരൊറ്റ നോട്ടം കണ്ണാടിയിലേക്ക്, എന്നിട്ട് ഇന്ന് വരെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകൾ 1 2 3 4 5 6 എണ്ണിയോണ്ട് നിൽക്കുക. നിങ്ങളുടെ മുഖത്ത് നോക്കി നിന്നാൽ പിന്നെ നിങ്ങൾ ആ ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരില്ല, കാരണം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത്രമാത്രം നന്മകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അടുത്തത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല ചിരി ആരുടേതാണ്? പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ? അവൾ ചിരിച്ചാൽ മുത്തു ചിതറും. പാട്, നിനക്കറിയാതെ പാട്ടാണെങ്കിൽ പാട്. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും. അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ, അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു പകലും രാത്രിയാകും. നിങ്ങളുടെ ഒരു ചിരി നിങ്ങളുടെ ഭർത്താവിനും നിങ്ങളുടെ മക്കൾക്കും ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വാക്കിംഗ് സ്റ്റിക്ക് അറിയില്ലേ? വാക്കിംഗ് സ്റ്റിക്ക് പോലെ നിങ്ങൾക്ക് സ്മൈലിംഗ് സ്റ്റിക്ക് വേണം. അപ്പോൾ പേന കയ്യിലുള്ളവരൊന്ന് പറഞ്ഞ്, പേന കയ്യിലുള്ളവർ കൈ ബന്ധിച്ച് പേന. വെരി ഗുഡ്. അതെടുക്കൂ, പേന എടുക്കൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിലത്ത് വയ്ക്കി, ഒക്കെ കൂടി അതൊന്നും ആരും എടുത്തുകൊണ്ടോ പോണില്ല. അവിടെ ആ പേന ഒന്ന് കടിച്ചു പിടിച്ചോളൂ. ഇതിങ്ങനെ അങ്ങനെയല്ല, കടിച്ചു പിടിക്കുക. കടിച്ചു പിടിച്ചില്ലേ? ഓക്കെ. വേണമെങ്കിൽ അച്ഛന്മാർ വേണമെങ്കിൽ നോക്കിയോട്ടെ, നല്ല ഭംഗിയുള്ളൊരു സംഭവമാണ് വരാൻ പോണത്. അപ്പോൾ കടിച്ചു പിടിച്ചാ ഓക്കെ. ആ കടിച്ചു പിടിച്ചവർ മാത്രം, ചേച്ചി ഇങ്ങനെയല്ല, ഇങ്ങനെ ചേച്ചി സ്ട്രോ പിടിച്ച പോലെ പിടിച്ചിരിക്കണ്. അത് സ്ട്രോ പിടിച്ച പോലെ എന്തോ ഇപ്പൊ കിട്ടുന്നു വിചാരിച്ചു. അതല്ല, ഇതിങ്ങനെ പിടിക്കുക, ഇതിങ്ങനെ പല്ലേക്ക് ഇങ്ങനെ. ആ പിടിച്ചവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് പ്ലീസ്, എഴുന്നേറ്റ് പ്ലീസ്. നമുക്ക് സന്തോഷമുള്ള കാര്യമില്ല. ഓക്കെ, ഇതാണ് നോക്കട്ടെ, അവരുടെ മുഖത്തേക്ക് നോക്കണം ബാക്കിയുള്ളവർ. ഇതാണ് സ്മൈലിംഗ് സ്റ്റിക്ക്. ഇനി അത് പിടിച്ചിട്ട് വെക്കില്ല, അവിടെ നിൽക്ക്. ഇത് കടിച്ചു പിടിച്ചിട്ട് മാക്സിമങ്ങൾ ചിരിക്കുകയും, കണ്ണുണ്ടല്ലോ, കണ്ണിങ്ങനെ തുറപ്പിക്കുകയും ചെയ്ത. ഒന്ന്, രണ്ട്, ഒന്നുകൂടെ. ഓക്കെ, ഒന്നുകൂടെ. ഇരുന്നോ. നിങ്ങളിപ്പോൾ ചെയ്തത് നിങ്ങളുടെ മസിൽസ് എല്ലാം പെർഫെക്റ്റായി. ഇത് നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ നിങ്ങളെ കണ്ട ആരും നോക്കുമോനെ. അതാ
നിങ്ങൾ ചിരിക്കാത്ത കാരനെ കവള കോട്ടി. അപ്പൊ അതുകൊണ്ട് ഈ സ്മൈലിംഗ് സ്റ്റിക്ക് എപ്പോഴും കയ്യിലെടുക്കുക. ഒരു ദിവസം ഒരു പ്രാവശ്യം കടിച്ചു പിടിച്ചിട്ട് കണ്ണ് നല്ലോണം തുറപ്പിച്ചോ. ചിരിച്ചാൽ നിങ്ങളുടെ ഈ കവിളിലൊക്കെ നല്ല രക്തോട്ടം ഉണ്ടാകും. കണ്ട ഭയങ്കര ഭംഗിയാവും. ടിപ്സ് എന്തെങ്കിലും തരണ്ടേന്ന് വെച്ചിട്ടാ ഞാൻ ഈ പറഞ്ഞേട്ടാ. അപ്പൊ അതുകൊണ്ട് ഇനി അപ്പോ ഏറ്റവും എളുപ്പം ചിരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് സ്ത്രീകൾ. അടി കൈയടി. ഇനി ഏറ്റവും എളുപ്പം കരയാൻ കഴിവുള്ള കണ്ണുനീർ തുള്ളിയ കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം അഭിനന്ദനം. അടി ഇത് അധികം ഈ അഭിനന്ദനം വേണ്ടാന്ന് ഉള്ള ആൾക്കാരാണ് അധികം ഈ കണ്ണുനീർ തുള്ളി. പക്ഷേ നിങ്ങളൊരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കരയാനുള്ള അവസരം കിട്ടിയാൽ കരഞ്ഞിരിക്കണം. ചിരിക്കാനുള്ള അവസരം കിട്ടിയാൽ ചിരിച്ചിരിക്കണം. ഒന്ന് ചിരിച്ച എല്ലാവരും ചിരിച്ച്. യെസ്, അങ്ങനെയായാൽ നിങ്ങൾ പെർഫെക്റ്റ് ആവും. ചിരിക്കാനും കരയാനും കഴിയുന്ന ഒരു ജീവി മാത്രമേ ലോകത്തുള്ളൂ. ആളുടെ പേര് ഞാൻ പറയില്ല. പട്ടി ചിരിക്കാറില്ല, പൂച്ച ചിരിക്കാറില്ല. നമ്മൾ വിചാരിക്കും കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ അതെല്ലാം ദൈവം ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ജീവികളാണ്. അവ ചത്തുപോയാൽ അവ ഒന്നുമല്ല. നമ്മൾ ചത്തുപോകുന്നവരല്ല. മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് മണ്ണിലേക്ക് പോകും. അത് നമ്മുടെ ശരീരം. ദൈവത്തിൽ നിന്ന് വന്നത് ദൈവത്തിലേക്ക് പോകും. പട്ടിയുടെ ആത്മാവോ പൂച്ചയുടെ ആത്മാവോ ആന ചത്താലോ അതൊന്നും ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലില്ല. കാരണം അതെല്ലാം ദൈവം സൃഷ്ടിച്ചത് തൻ്റെ ചങ്കോട് ചേർത്ത് വെച്ചിട്ടുള്ള മനുഷ്യന് വേണ്ടിയാണ്. കൈടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് അത്രമാത്രം പ്രിയപ്പെട്ടവരിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ. ഏത് പുരുഷന്റെ വിജയത്തിന്റെ പിന്നിലും വേണമെങ്കിൽ പറ, ഏത് പുരുഷന്റെ ജീവിതത്തിലെ വിജയത്തിന്റെ പിന്നിലും മറ്റൊന്നും കൂടി പറ, ഏത് പുരുഷന്റെ പരാജയത്തിന്റെ പിന്നിലും. ഇതാണ് പ്രശ്നം. അതായത് നിങ്ങൾ നോക്കിക്കോ, ഒരു മനുഷ്യൻ തകർന്ന് അടിഞ്ഞു പോയി, അതിന് പിന്നിലൊരു പെണ്ണുണ്ട്. ഹണി ട്രാപ്പ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ഹണി ട്രാപ്പിന്റെ കാലാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വിജയങ്ങൾ നൽകുന്ന വ്യക്തികളായി മാറണം. പരിശുദ്ധ അമ്മയെ നോക്കൂ നിങ്ങൾ. പരിശുദ്ധ അമ്മ ഈ ലോകത്തിലെ തൻ്റെ ഭർത്താവിനും തൻ്റെ മകനും ഈ ലോകത്തിലെ മനുഷ്യർക്കും വേണ്ടി തോറ്റുപോയി എന്ന് നിങ്ങൾക്ക് തോന്നും. തോറ്റുപോയി എന്ന് തോന്നും. അത് തോറ്റാൽ ആ തോറ്റത് തന്നെയാണ് വിജയം എന്ന് മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം. അടികൈ. അപ്പൊ നമ്മൾ വിചാരിക്കും ഭർത്താവിന്റെ മുമ്പിൽ തോറ്റല്ലോ. മദർ തെരേസ തോറ്റുപോയ വ്യക്തി സ്ത്രീയാണോ? ഓർക്ക പറ. യെസ്. മോനിക്ക ആരാള്? അഗസ്തീനോസിന്റെ അമ്മ. തോറ്റുപോയ സ്ത്രീയാണോ? വിശുദ്ധ അൽഫോൻസമ്മ സഹിച്ച് 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 എന്തുകൊണ്ട് ജീവിതം തോറ്റുപോയ സ്ത്രീയാണോ? അല്ല. ഞാൻ ഇതെല്ലാം മലാല പാകിസ്ഥാനിലല്ല വെച്ചാ, അവിടെ വിദ്യാഭ്യാസം എന്നെ പോലെ എല്ലാവർക്കും ഇടുന്ന ആഗ്രഹിച്ച് ജീവിതത്തിൽ വെടിയുണ്ടകളേറ്റ ആ സ്ത്രീ തോറ്റുപോയോ? ഇല്ല. മേരി കോം, ഞാൻ PT ഉഷ, സുസ്മിത സെൻ, അതാരാ? അല്ല, അതാരാ? അതാരാ? ആരാ? ഓർമ്മയുണ്ടല്ലേ? അപ്പോ ഈ ലോകത്തിൽ നിങ്ങൾ നോക്കൂ, ദയാബായി, ഇന്ന് ലോകത്തിലെ പാവപ്പെട്ടവർ വേദനിക്കുന്നവർക്ക് ഓടി നടക്കുന്ന ഇപ്പം അടുത്ത പത്മശ്രീ കിട്ടിച്ച സിസ്റ്റർ ലൂസിക്കുട്ടി, നേഴ്സസ്,
പ്രിയമുള്ളവരെ, ഈ സ്ത്രീയെക്കുറിച്ചൊക്കെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞു വന്നിട്ടേ ഈക്വാലിറ്റിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. സ്ത്രീക്ക് പുരുഷൻ്റെ പോലെയുള്ള സ്ഥാനങ്ങൾ കിട്ടണം എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ കേട്ടാൻ പറ്റാത്ത ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേരാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ സ്ത്രീ ഒരു കാലത്ത് നിങ്ങളുടെ വീട്ടിൽ കേട്ടാൻ പാടില്ല. ആ സ്ത്രീയുടെ പേരാണ് ജലസി മോൾ. എന്തേ നിങ്ങൾ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഈ പെണ്ണ് ഏത് വീട്ടിൽ കയറി വന്നു കാലക്കി ആ വീട് കുളം തോണ്ടും. പേരെന്താ? അവർക്ക് ദേ കൊണ്ടുപോയിട്ട് പിള്ളേർക്കൊന്നും പേരിടരുതിട്ടാ. പ്രിയമുള്ളവരെ, അതായത് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു ഏറ്റവും വലിയ പോയ്സൺ എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ നോക്കിക്കോ, ബൈബിൾ എടുത്ത് നോക്കിക്കോ, എല്ലാ പാപത്തിൻ്റെ അടിയിൽ കിടക്കുന്ന സാധനം. പാപത്തിൻ്റെ അമ്മയുടെ പേരാണ് ജലസി. പാപത്തിൻ്റെ അപ്പൻ്റെ പേരെന്താ? പാപത്തിന് അപ്പനമ്മയുണ്ട്. പാപത്തിൻ്റെ അമ്മയാണ് ജലസി, പാപത്തിൻ്റെ അപ്പനാണ് സ്വാർത്ഥത. ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ചിട്ടുണ്ടാവണം. കുട്ടികളുടെ കഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൻ ഭയങ്കര സ്വാർത്ഥൻ, ആ പെണ്ണാണ് ഭയങ്കര ജലസി. ഇതിന്ന് കുറേ കുട്ടികളും ഉണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പാപം എന്ന് പറയുന്നത് അത് കടന്നു വരുന്നത് ഈ ജലസിയിൽ നിന്നാണ്. ഇപ്പോൾ ആദവും ഹവ്വയും അവിടെ ജലസിയാണ് വന്നത്. പിശാചിന് ജലസിയാണ്, കണ്ടിട്ട് സഹിക്കണില്ല. ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങണേ. അപ്പോൾ അതെ, തോമസ് ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഭർത്താവ് വർഗീസ് കിടന്നുറങ്ങണു. അതിൽ കടച്ചു, ഭക്ഷണം കഴിച്ചു. അപ്പം മിണ്ടണില്ല, കേൾക്കണ്ട. അപ്പുറത്തെ വീട്ടിലെ തോമസ് ഗൾഫിൽ പോയിട്ട് 2 വർഷം വന്നിട്ടുള്ളൂ. ഇപ്പോൾ അവന് ഇത്ര എവിടെ നിന്ന് കാശ്? ഇപ്പോൾ ഒരു 2 കോടിയുടെ വീടാണുള്ള പണിയാണിത്. നീ കിടന്നുറങ്ങുന്ന ത്രേസ്യാമേ. അല്ല, അത് നമ്മൾ എവിടെ നിന്ന് വേറെ വല്ല വഴിക്കൂടെ കാശുണ്ടാക്കിയത് തന്നെയാവുള്ളൂ. നീ ഒന്ന് കിടന്നുറങ്ങടി തോമസ് ത്രേസ്യാമേ. അല്ല, അവനിപ്പോൾ എവിടെ നിന്ന് ഇത്ര കാശ്? ആ പെണ്ണിൻ്റെ പേരെന്താ? അപ്പോൾ ജലസി മോള് ഒരാളെ പരിചയപ്പെടുത്തി തന്നതാണ്, മനസ്സിലായ? ഇതുപോലെ കുറേ ജലസി മോളുകൾ ചേർന്നാൽ ആ കുടുംബങ്ങളൊക്കെ നശിക്കും. പ്രിയമുള്ളവർ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ഈക്വാലിറ്റി എന്ന് പറയുന്നില്ലേ, ആണും പെണ്ണ് തമ്മിലുള്ള ഈക്വാലിറ്റി അല്ല നമുക്ക് വേണ്ടത്. ഞാൻ ബൈബിളിൽ ഒരു വചനം കൂടി ചേർത്തച്ഛൻ പറയാണ്. നിങ്ങളുടെ ഇടയിലേക്ക് മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ കയറി വരുമ്പോൾ അവിടെ നിക്ക് എന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ മോടിയുള്ള വസ്ത്രം ധരിച്ച് ഒരാൾ കയറി വരുമ്പോൾ വരൂ, ഇരിക്കൂ എന്ന് പറയുന്നു. നിങ്ങൾ ചെയ്യുന്നത് പക്ഷപാതം. ഈ പക്ഷപാതം പാപമാണ്. ഞാൻ പറഞ്ഞല്ല, ഇവിടെ സ്ത്രീയും പുരുഷനല്ല വ്യത്യാസം. നമ്മളെല്ലാം മനുഷ്യരാണ് പ്രിയമുള്ളവർ. ഇവിടെ നമ്മൾ ഒരാളോട് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവരെ ഞാൻ സ്നേഹിക്കണം. ഞാൻ തന്നെയാണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് നീ മനസ്സിലാക്കണം. ഈ ഒരു കാക്ക കുളിച്ച് കൊക്കായി എന്ന് കരുതുക, ആവോ? കാക്ക കുളിച്ച് കൊക്കായി എന്ന് കരുതുക. ഇനി ശരിക്കും ഉത്തരം പറഞ്ഞുള്ളൂ. അങ്ങനെ കാക്ക കുളിച്ച് കൊക്കായാൽ ആ കൊക്കായ കാക്കയെ ആരാണ് ഏറ്റവും ഉപദ്രവിക്കുക? കൊക്കാണോ? ആരാണ്? അമ്പടി, നീ അങ്ങനെ കൊക്കാവണ്ടടി. അതായത് സ്ത്രീയുടെ ശത്രു ആരാ? പുരുഷനാണോ? നിങ്ങളെ കൊണ്ട് എന്നെ പറയിപ്പിക്കാൻ തന്നെയാണ്. അപ്പൊ സ്ത്രീയുടെ ശത്രു പുരുഷനല്ല, സ്ത്രീയുടെ ശത്രു സ്ത്രീയാണ്. പുരുഷന്റെ ശത്രുവോ? ഞാൻ വെറുതെ പറഞ്ഞത്. അത് എന്തിനാ നിങ്ങൾ ഏറ്റുപിടിക്കണേ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പുരുഷന്റെ ശത്രു പുരുഷനാണ്, സ്ത്രീയുടെ ശത്രു സ്ത്രീയാണ്. അല്ലാതെ പുരുഷനും സ്ത്രീയും എതിർപ്പല്ല ഉണ്ടാക്കേണ്ടത്. ഇനിയും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ചുറ്റി കൊണ്ട് നമ്മൾ സ്വർണ്ണം ഉണ്ടല്ലോ, സ്വർണ്ണത്തിൽ അടിച്ചടിച്ചടിച്ച് പരത്തിയിട്ടാണ് നിങ്ങളുടെ കഴുത്തിൽ മറ്റേ
ചെയിനുകളൊക്കെ കിടക്കണില്ലേ? വെറുതെ ഉണ്ടായതല്ലേ. എന്തോരം അടി കിട്ടിയിട്ടാണെന്നറിയാം സ്വർണ്ണം അവിടെ കിടക്കണത്. അടി കിട്ടി മാട്ടിത്തിട്ട് ഒരു പരുവായിട്ടൊരു രൂപമായിട്ട് അവിടെ കിടക്കണത് കഴുത്തിൽ ഇല്ലേ? അത് സ്വർണ്ണല്ല അല്ലേ? ആ മുക്കണ്. അപ്പോ ആ സ്വർണത്തിന് നിങ്ങൾ എത്ര അടിച്ചാലുണ്ടല്ലോ ശബ്ദം വരില്ല. പക്ഷേ നിങ്ങളൊരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ചുറ്റുകൂടെ അട്ടിക്കണം നിൽക്കുക. അട്ടിക്കും തോറും പടാ പടാ ഭയങ്കര ശബ്ദ. അപ്പോൾ ഒരു ദിവസം ഈ സ്വർണം ചോദിച്ചു, അതെ താനെന്തിനെ കിടന്ന് ബഹളം വെക്കണ? എന്നെന്തോരം അടി അടിക്കുന്നുണ്ട്, ഞാൻ ഒന്നും മിണ്ടണില്ലല്ലോ. തന്നെ അടിക്കുമ്പോഴേക്കും താൻ കിടന്നിങ്ങനെ ബഹളം വെക്കണം. അപ്പോൾ ഈ ഇരുമ്പ് പറഞ്ഞു, നീ മനസ്സിലാക്കണം, നിന്നെ അടിക്കുന്നത് വേണ്ട, നിന്നെ അടിക്കുന്നത് ആരാ? ഇരുമ്പ് അല്ലേ? നിന്റെ ആൾക്കാരല്ല. എന്നെ അടിക്കണത് ആരാ? എൻ്റെ ആൾക്കാരാ. പ്രിയ അമ്മമാരെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവാൻ പോകുന്നത് നാട്ടുകാരിൽ നിന്നല്ല, ബന്ധുക്കളിൽ നിന്നല്ല, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നായിരിക്കും. അതാണ് നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വിഷമം എന്നറിയോ? കൂടെ നിന്നവർ. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ ഈ പള്ളിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞു കൊടുക്കാച്ച, അത് അറിഞ്ഞിരുന്നോട്ടെ. എന്നാണോ അയൺ ബോക്സ് കണ്ടുപിടിച്ചത് അന്ന് തൊട്ടാണ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ഈ അയൺ ബോക്സ് കണ്ടുപിടിക്കാത്ത കാലത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അയൺ ബോക്സ് കണ്ടുപിടിച്ചതോടുകൂടെ ലോകത്ത് ഭയങ്കര പ്രശ്നങ്ങൾ വന്നു. അവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അയൺ ബോക്സ് എടുത്ത് കത്തിച്ച് കളയുക എന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ അയൺ ബോക്സ്, അപ്പൊ നിങ്ങൾ ആലോചിക്കും ഇത് എന്ത് അച്ഛന് വട്ടായി, അയൺ ബോക്സ് എന്ത് തെറ്റാ ചെയ്ത്? അയൺ ബോക്സ് എന്തിനാ നിങ്ങൾ ഉപയോഗിക്കുന്നത്? മലയാളത്തിൽ പറ. ആ തേപ്പ് തുടങ്ങി അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പ്രിയമുള്ളത്, പണ്ട് കാലത്ത് ഈ അയൺ ബോക്സ് ഉണ്ടായിരുന്നില്ലല്ലോ. ഈ അയൺ ബോക്സ് കണ്ടുപിടിച്ച് അന്ന് തൊട്ട് അവളെന്നെ തേച്ചു, ഇവളെന്നെ തേച്ചു. കൃത്യമായിട്ട് വരുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സിന് എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കണില്ല നമ്മളൊന്ന്. അപ്പം അതുകൊണ്ട് ഈ പുരുഷനും സ്ത്രീ നമ്മളുള്ള ഈ കറുത്തവനും വെളുത്തവനും തമ്മിൽ വില വ്യത്യാസം പാടുണ്ടോ? ഇല്ല. കറുത്തതായാലും വെളുത്തതായാലും മനുഷ്യനാണ്. അതാണ് ഗാന്ധിജി പറഞ്ഞത്, യു ആർ വൈറ്റ് ആൻഡ് ഐ ആം ബ്ലാക്ക് ബട്ട് വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ് എന്ന് ബ്രിട്ടീഷുകാരനോട് ഗാന്ധിജി പറഞ്ഞതാണ്. അതുകൊണ്ട് അമ്മമാരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒപ്പത്തിനൊപ്പെത്താന്നുള്ളതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ റോള് സെപ്പറേറ്റ് ആണ്. ഇപ്പം നിങ്ങൾ ഈ കയ്യിലെ വിരലുകൾ നോക്കുക, ഇങ്ങനെ പിടിച്ച കയ്യിൽ നിന്ന് മുകളിലേക്ക് പിടിച്ചല്ലോ. ഏതിനും ഉയരം കൂടുതൽ എന്ന് പറഞ്ഞ് പറ. നടുവിരലിന് ഉയരം കുറവേതാ? ചെറുവിരല്. ഓക്കെ, ഇതൊക്കെ നമുക്ക് സമാക്കാൻ, വെട്ടിയിട്ട് സമാക്കാൻ പറ്റോ? ഉറക്കെ പറ. ഞാൻ സമാക്കട്ടെ? ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ അപ്പം ഇത് സമാവും കേട്ടോ. എൻ്റെ കയ്യിലേക്ക് നോക്കൂ, ഞാനൊരു മാജിക് കാണിക്കുകയാണ്. അപ്പം ഇത് നിങ്ങളുടെ വിരലുകളൊക്കെ സമാവും. ഇപ്പോൾ ഞാനിവിടെ ഒരു ഊതിയാൽ അതൊക്കെ സമാവും. സൂക്ഷിച്ച് പിടിക്കട്ടോ, അങ്ങനെ പിടിക്കുക. ഓക്കെ, മാജിക് ചെയ്യട്ടെ. ഒന്ന് പൊന്തിച്ച് പിടിക്കുക. ചില ആൾക്ക് കൈ പൊന്തിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ഈ വിരലുകളൊക്കെ ഇപ്പോൾ വ്യത്യസ്തമാണ്. സമാക്കാൻ പോവാണ്. ഞാൻ ഊതുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. 1 2 3 ഇങ്ങനെ പിടിച്ചിട്ട് നോക്കി. സമല്ലേ? ഇത്രയുള്ളോ? അത് ശരി. അപ്പൊ നിങ്ങളുടെ മുമ്പിൽ മാജിക് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു മാജിക് കാണിക്കാം. മാജിക് ശരി, ആദ്യം ഒരു മാജിക് കാണിച്ചിട്ടാ. കാണുന്നില്ലേ? ഒരു മുയല് അല്ലേ? മുയലല്ലേ? വേണ്ട, മുയലല്ലേ? മുയലല്ലേ? നീല. എന്താ കളറ്? ഊതി മാജിക് കാണിക്കാൻ പോവാ. എന്താ കളറ്? നിങ്ങളെന്നെ കളിയാക്കി ചിരിച്ചൂലേ? ഓക്കെ, ഇതെന്താ കളറ്? ഇപ്പൊ ചിരിച്ചില്ല അല്ലേ? അപ്പൊ ഇപ്പത്തെ എന്താ കളറ്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ ധാരാളം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്കറിയില്ല. ഇപ്പം നിങ്ങളുടെ തലയിൽ
അതെങ്ങനെയാ പത ഒരു പത വരുന്നില്ലേ? ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ലോകത്ത്. നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ്. അതുകൊണ്ട് അവരുടെ ഒപ്പമാകുക. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, സമുത്വമൊക്കെ പറയുന്നില്ലേ, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതായിരിക്കും വേൾഡ് വിമൻസ് ഡേ. ഞങ്ങൾ സ്ത്രീകൾ, നിങ്ങൾ പുരുഷന്മാർ. ഭയങ്കര വാഗ്വാദം നടക്കണ്ട ഇപ്പം ടി വിയിലിട്ടാ. അതിനൊന്നും നമ്മൾ പോകണ്ട. നമ്മൾ വാഗ്വാദത്തിൽ പോകണോ? വേണ്ട. പക്ഷേ അമ്മമാരെ മനസ്സിലാക്കണം, ഇതെവിടെ നിന്നാണ് ഈ തരംതിരിവ് തുടങ്ങിയത്? ഇസ്ഹാക്കിൻ്റെ ഭാര്യയുടെ പേരെന്താ? പറ. എത്ര മക്കളുണ്ടായിരുന്നു? അവരുടെ പേര് പറഞ്ഞേ. യാക്കോബ്. അവിടെ തരംതിരിവുണ്ടായിരുന്നോ? ആ അമ്മയാണ് താഴെയുള്ള കുഞ്ഞിനോട് ഇഷ്ടം. നിങ്ങളും ഓർത്തിരുന്നോ അമ്മമാരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും മകനോടോ മകളോടോ നിങ്ങൾ കൂടുതൽ മമത കാണിച്ചാൽ അവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പതനം ആരംഭിക്കുന്നു. ബുദ്ധിയുള്ളവനുണ്ടാകാം, ബുദ്ധിയില്ലാത്തവനുണ്ടാകാം, നിറമില്ലാത്ത പെൺകുട്ടി ഉണ്ടാകാം, നിറമുള്ള പെൺകുട്ടി ഉണ്ടാകാം. അവിടെ നിങ്ങളുടെ മനസ്സിൽ വ്യത്യസ്തത വരുത്തിയാൽ ദൈവം തന്ന നന്മകളെല്ലാം നിങ്ങൾ ആ കുടുംബത്തിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാൽ നിങ്ങളിന്ന് എഴുന്നേറ്റ് പോകില്ല. ആ പെണ്ണ്, ആ അമ്മ കാട്ടിക്കൂട്ടിയ അംഗം, പിന്നെ എന്തൊക്കെ ആ കൊച്ച് അനുഭവിക്കേണ്ട വന്നു. അമ്മയാണ് വഴി കാണിച്ചു കൊടുത്തത്. കൊണ്ടുപോടാ, അതാ അപ്പൻ്റെ മണം പിടിക്കടാ അപ്പൻ, നീ അതിൻ്റെ ചേട്ടൻ്റെ കുപ്പായ ഇടറാ. എന്താ അമ്മയുടെ ഒരു ആക്രാന്തം, തൊന്തം താഴെയുള്ള കുഞ്ഞിന് കൊടുക്കാൻ. പ്രിയമുള്ള അമ്മമാരെ, കർത്താവ് ആരുടെ പക്ഷത്താണ് നിന്നത്? പുരുഷൻ്റെയാണോ സ്ത്രീയുടേതാണോ? ആരുടെ പക്ഷത്താണ് കർത്താവ് നിന്നത്? കർത്താവ് നിന്നത് പാപികളുടെ പക്ഷത്താണ്, ദരിദ്രരുടെ പക്ഷത്താണ്. അതിൽ പെണ്ണാണോ ആണാണോ എന്ന വ്യത്യാസം ഉണ്ടായിട്ടില്ല. നിങ്ങൾ നിൽക്കേണ്ടത് കർത്താവിൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കണം. ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും ഒരുപോലെ മഴ പെയ്യിപ്പിക്കുന്നവനാണ് കർത്താവ്. ഇപ്പോൾ മകളെക്കുറിച്ച് പറഞ്ഞു, സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ അമ്മയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുകയാണ്. ഭൂമിയെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? അമ്മയാണ്. ഈ രാജ്യത്ത് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഭാരതാംബയാണ്, അമ്മയാണ്. ഭൂമിയുടെ അച്ചുതണ്ട് ഏതിലാണ്? ഭൂമിയുടെ അച്ചുതണ്ട് കണക്കിലാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല അല്ലേ? ഭൂമിയുടെ അച്ചുതണ്ട് കണക്കിലാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് അമ്മയിലാണ്. അമ്മയില്ല എങ്കിൽ, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, കാലം മറക്കാത്ത ത്യാഗമല്ലേ അമ്മ, കാണപ്പെടുന്നതാം ദൈവമല്ലേ. പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളെ ദൈവം തന്നിട്ടുള്ള മഹനീയമായ സ്ഥാനം, അത് ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. അമ്മയുടെ പ്രത്യേകത, അമ്മ എല്ലാം കൊടുക്കുന്ന ഹൃദയമാണ്. നിങ്ങൾ കൂട്ടാൻ വെച്ചു, അയിലക്കൂട്ടാൻ വെച്ച് ഇറക്കി വെക്കണ സമയത്താണ് അമ്മായി കയറി വരണത്. എൻ്റെ അമ്മായെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നോട്. ഇപ്പം അയില ഞാൻ നുറുക്കിയിട്ട് കാച്ചി വെച്ച സമയത്ത് വന്നപ്പോൾ ഇതെന്തുട്ടിപ്പ് ചെയ്യേ, ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നോട്. പക്ഷെ ചോറ് വിളങ്ങണ്ടേ? അമ്മായോട് ഊണ് കഴിച്ചിട്ട് പോവാം. അല്ല വേണ്ട, അല്ല വേണം. അമ്മായി ഇരുന്നു. ഇവിടെ അയില കഷ്ണം കൃത്യം മുറിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്യും കൂട്ടാൻ വിളമ്പുമ്പോൾ? അപ്പോഴാണ് ഈ അമ്മ എടുത്തിട്ട്, അപ്പോൾ പിള്ളേരിങ്ങനെ നോക്കും, ഒരെണ്ണപ്പം മിസ്സാവും. ആദ്യം നോക്കുമ്പോൾ അമ്മായിക്കൊരു കഷ്ണം ഇട്ടു, നടുനുറുക്ക്, അപ്പനിട്ടു, അടുത്ത വാല്, പിന്നെ കുട്ടി എനിക്ക് കിട്ടി. പിന്നെ ഈ ചട്ടിയിലൊന്നുമില്ല, ചാറ് മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ പൊക്കി പിടിച്ചിട്ട് എല്ലാവർക്കും കിട്ടിയില്ലേ, ശരി കേട്ടോ, എന്നിട്ട് ചോറ് ഈ ചട്ടിയിലിടും, എന്നിട്ട് കഴിക്കും. ഇതാണ് അമ്മ. അതായത് സ്വയം വേണ്ട എന്ന് വെച്ച് കൊടുക്കും. ഈ കയ്യടി അയിലയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യും എന്ന മാത്രത്തിന് വേണ്ടിയിട്ട് നമുക്ക് നാളെയും വെച്ചിട്ട് കഴിച്ചുകൂടാ. പിന്നെ ഇത് എല്ലാ കാര്യത്തിലും പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ വെച്ച് പുലർത്തിയാൽ നിങ്ങൾ അമ്മ എന്ന സ്ഥാനത്തിൻ്റെ ഒരു അമ്മയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താ? അമ്മയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്
മാതൃത്വമാണ്. അമ്മയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സ്ത്രീത്വമാണ്. പ്രിയമുള്ള അമ്മമാരെ, നമ്മൾ നല്ല സാരി എടുത്തു, നന്നായിട്ട് മേക്കപ്പ് ചെയ്തു, അതുകൊണ്ടൊന്നും നമ്മൾ പ്രത്യേക സൗന്ദര്യം നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ മനസ്സാണ് മറ്റുള്ളവരെ സ്പർശിക്കുക. നിങ്ങളുടെ ശരീരം കണ്ണ് സ്പർശിക്കും. മറ്റുള്ളവരുടെ കണ്ണ് നിങ്ങളുടെ ശരീരത്തിൽ കൊള്ളും, കണ്ണ്. പക്ഷെ മറ്റുള്ള മനസ്സ് കൊള്ളുന്നത് നിങ്ങളുടെ ഓരോ വാക്കും കേട്ടിട്ടാണ്. അതുകൊണ്ട് ബാഹ്യമായിട്ടുള്ള ഈ സൗന്ദര്യം ആൾക്കാരുടെ കണ്ണിനെ ആസ്വാദനം കൊടുക്കും. പക്ഷേ നിങ്ങൾ വാത്തുറന്ന് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് ഇടപഴകുമ്പോൾ നിങ്ങളുടെ ശരീരമല്ല അവർ കാണുക, നിങ്ങളുടെ മനസ്സാണ് അവർ തൊടുക. ഞാനൊരു കൊച്ചുദാഹരണം കൂടി പറയാം. ഒരിക്കൽ 19 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഭക്ഷണത്തിനിരിക്കുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടെന്ന് എനിക്കറിയാം. ഭർത്താവ്, നീ എന്തീ പറയണ? ഇപ്പൊ 19ാമത്തെ വാർഷികം നീ എന്താണ്? ഉണ്ട്, എനിക്കറിയാം. എന്താ റോസില് നീ ഊന്ന് നിങ്ങളെ കാത്തിരിക്കുന്നൊരു പെണ്ണ്. എൻ്റെ റോസ്, നീ ഇങ്ങനെ ഓരോ നീ നല്ല ദിവസം ഉണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ അമ്മയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സമാധാനായി. അയാൾ ഞെട്ടി. അന്ന് രാത്രി ഇയാൾ ഫോൺ വിളിച്ചു അമ്മേനെ. 21 വർഷമായി, കാലങ്ങൾ അപ്പം മരിച്ചു പോയിട്ട് ഒറ്റയ്ക്കാണ് അമ്മ കഴിയണേ. അമ്മയ്ക്ക് സുഖല്ലേ? മോൻ വിളിച്ചുല്ലേ? അതെ, ഞാൻ ശനിയാഴ്ച വരുന്നുണ്ട്, നമുക്കൊരു സിനിമയ്ക്ക് പോവാം, നമുക്ക് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. ശരി മോനെ, നീ പറഞ്ഞാൽ മതി, ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. ശനിയാഴ്ച ഇവൻ അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് വരിക. വരുമ്പോൾ അമ്മ ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്ത് അണിഞ്ഞൊരുങ്ങി നിൽക്കുക. മോനെ പോവാ? ഞാനേ എൻ്റെ കൂട്ടുകാരികളോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോൻ വരുന്നുണ്ട്, എന്നെ കൊണ്ടുപോകാൻ സിനിമ കാണിക്കാൻ, ഹോട്ടലിലേക്ക് പോവാണ്. അവരൊക്കെ നാളെ എൻ്റെ ഫോൺ കോള് കാത്തിരിക്കുക, പോയിട്ട് എന്തായിടീ എന്ന് ചോദിക്കാനായിട്ട്. അവരിറങ്ങി നേരെ ഹോട്ടലിലേക്ക് ചെന്നു. അവിടെ ചെന്നിരുന്ന് അവർ ഓർഡർ ചെയ്ത് വർത്താനം തുടങ്ങി. കുട്ടിക്കാലത്തെ കഥകൾ അമ്മ പറഞ്ഞു, ഈ മോൻ പറഞ്ഞു. പിന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ ഫുഡ് വരാനായിട്ട്. കുറേ സംസാരിച്ച് ഫുഡ് വന്നു. അമ്മ കഴിക്കേ? കഴിക്കാടാ. അങ്ങനെ 1-2 മണിക്കൂറുകൾ അവർ സംസാരിച്ചു പോയി. അവസാനം പറഞ്ഞു, നമുക്ക് കഴിച്ചിട്ട് പറയാം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മ ഇനി സിനിമ പറ്റില്ല, സിനിമ തുടങ്ങി, എനിക്ക് സിനിമ ഒന്നും വേണ്ടടാ, നീ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എനിക്കൊരു സ്വർഗ്ഗമാണ്. മോനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ എപ്പോൾ വേണമെങ്കിൽ അമ്മേനെ വിളിച്ചോട്ടാ, അമ്മ വരാൻ കാത്തിരിക്കുന്നതിൻ്റെ കോള്. അവനും ഭയങ്കര സന്തോഷമായി. അവൻ തിരിച്ചുപോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവൻ ഓഫീസിലേക്ക് ഒരു കോള് വരികയാണ്. അമ്മയ്ക്ക് നെഞ്ചത്ത് വേദനയായിട്ട് ഭാര്യ ഉണ്ടായിരുന്നില്ല, അയൽക്കാരെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ഇവൻ ഓടി ആശുപത്രി ചെന്നപ്പോൾ ചെല്ലുമ്പോൾ തന്നെ കേൾക്കണ വാർത്ത, അമ്മ മരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവന് ഭയങ്കര പ്രയാസമായി. എങ്കിലും അമ്മയ്ക്ക് ആ സമയത്ത് ഒരു പ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ആനന്ദം അവനുണ്ട്. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഒരു കവർ വന്നു. ആ കവറ് അവർ ഏത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ആ ഹോട്ടലിൽ നിന്നുള്ളൊരു കവറാണ്. ആ കവറിൽ 2 പേർക്കുള്ള ബൊഫയുടെ കൂപ്പൺ അതിലുണ്ട്. അതിനോടൊപ്പം ഒരു ലെറ്ററുണ്ട്. ആ ലെറ്ററിൽ എഴുതി വച്ചിരിക്കുന്നത് അമ്മയാണ് അവിടെ കൊടുത്തു പോയിട്ടുണ്ടായിരുന്നത്. അതിലെഴുതിയിരിക്കുകയാണ്, മോനെ നീ ഇടയ്ക്ക് നിൻ്റെ ഭാര്യയും കൂട്ടി ഈ ഹോട്ടലിൽ വരണം, നമ്മളിരുന്ന പോലെ അവളോടൊപ്പം ഇരുന്ന് നീ സംസാരിക്കണം. എനിക്ക് അന്ന് കിട്ടിയ സന്തോഷം എത്ര വലുതെന്ന് എനിക്കറിയാം, നിൻ്റെ ഭാര്യയ്ക്കും അത് കിട്ടണം. പ്രിയമുള്ള അമ്മമാരെ, സ്വർഗം നിങ്ങളുടെ കാൽച്ചുവട്ടിലാണ്. ഞാൻ പറഞ്ഞതല്ല. സ്വർഗം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് അമ്മയുടെ കാൽച്ചുവട്ടിലാണ്. നിങ്ങൾക്ക് കുറേ വേദനകളുണ്ട്, നിങ്ങൾ കുറേയൊക്കെ ചിരിച്ചു പാനയൊക്കെ കടിച്ചു പിടിച്ചു എന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. അതെനിക്കറിയാം, ശരിയാണ്. വിഷമതകളുടെ ഒരു വലിയൊരു കൂമ്പാരാണ് നിങ്ങൾ കാണുന്നത്. ചൈനീസ് പഴമൊഴിയൊന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ. അച്ഛാ സമയം കണ്ടവാനും പൂട്ടെ, എന്നാലും ഞാനും യെസ്. ചൈനീസ് പഴമൊഴി എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ എളുപ്പം ഒരു രാജ്യം ഭരിക്കാൻ ബുദ്ധിമുട്ടാണ്.
ഒരു രാജ്യം ഭരിക്കാൻ എളുപ്പമാണ്, ബുദ്ധിമുട്ടല്ല, എളുപ്പമാണ് ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുപോരാൻ. നിങ്ങൾ ആ കുഞ്ഞിനെ ജന്മം കൊടുത്ത അന്ന് മുതൽ പെട്ടെന്ന് വലുതാവില്ലല്ലോ. ഇതൊന്നും ഊതി വീർപ്പിക്കാൻ പറ്റുന്ന ബലൂണാണെങ്കിൽ ഇതിൻ്റെ കൈ കുഞ്ഞിക്കാൽ വളരെ 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 കുഞ്ഞിക്കൈ വളരെ എന്തോരം കഷ്ടപ്പെട്ടിട്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് അമ്മമാരാണ്. ഞാൻ ഈ കേരളത്തിൽ 365 അഗതി മന്ദിരങ്ങളിൽ പോയിട്ടുണ്ട് കോവിഡ് കാലത്ത്. ആ കോവിഡിനെ തുടങ്ങി കഴിയുന്ന സമയത്ത് അവിടേക്കാണ് ഞാൻ ഹങ്കർ ഹണ്ട് അച്ഛൻ പറഞ്ഞത് ചെയ്തത്. എല്ലാ മാസത്തിൽ 1-ാം തീയതിയും ബിരിയാണി അവിടെ എത്തിച്ചു കൊടുത്തിരുന്നു. ഞാൻ ജയിൽ പുള്ളികളെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് YMCAക്കാരുണ്ട് എത്തിച്ചു. ഒരൊറ്റ ദിവസം കൊടുത്ത് 22 ലക്ഷം രൂപയുടെ ബിരിയാണിയാണ് കേരളത്തിലെ അഗതി മന്ദിരങ്ങളിൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ കൂടാനുകൂടി നിങ്ങളൊക്കെ ഇവിടെയുള്ള കുറേ ആൾക്കാർ, അതും വിയൂർ സെൻട്രൽ ജയിലിലെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പറയുക. ഉടനടി ഋഷിരാജ് സിംഗിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവം ഉണ്ട്, അപ്പോൾ കാശ് അവിടെ നിന്ന് വരും. അച്ഛാ, കാശ് സാറിൻ്റെ അക്കൗണ്ടിലേക്ക് വരും. ഓരോ ദിവസവും 10 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം, 35 ലക്ഷം, 3.5 കോടി രൂപയാണ് വിയൂർ സെൻട്രൽ ജയിലിലെ അക്കൗണ്ടിലേക്ക്. ഞാൻ വെറുതെ ഫേസ്ബുക്ക് എടുത്ത് പറഞ്ഞല്ലോ, ഒരു നേരം ഭക്ഷണം കൊടുക്കണം. 365 ആൾക്കാരുണ്ട്, അതിൽ 60% അമ്മമാരാണ്. പ്രിയമുള്ളവർ, സങ്കടമാണ് നമ്മൾ കാണുമ്പോൾ. ഒരക്ഷരം മിണ്ടണില്ല അവർ, ഒന്നുമില്ല ഫാദറെ. അത് തീ തളയ്ക്കാണ് ഉള്ളിൽ കിടന്നിട്ട്. എത്ര കഷ്ടപ്പെട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ജീവിച്ചിട്ട്. പ്രിയമുള്ള അമ്മമാർ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്കൊരു കാലം വരുന്നുണ്ട്, അതിന് നിങ്ങൾ കരുതിയിരിക്കണം. അവിടെ കരുത്തോടെ നിങ്ങൾ പറയണം, എനിക്കുണ്ട്, എൻ്റെ ഹൃദയത്തിൽ പ്രത്യാശയുണ്ട്. അതിപ്പോഴേ നിങ്ങൾ ചിട്ടപ്പെടുത്തണം. നിങ്ങളുടെ മക്കളിൽ നിന്ന് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ള കാര്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം ഈ ഭൂമിയിലുള്ളത്. ആ സ്വർഗത്തിൻ്റെ കാവൽക്കാരനാണ് നിങ്ങളുടെ ഭർത്താവ്. എത്ര സുന്ദരമായ കാഴ്ചപ്പാടാണ് പ്രിയമുള്ളവരെ ദൈവം നമുക്ക് അപ്പനമ്മമാരിലൂടെ തന്നത്. ഒരിക്കലൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് ചോദിച്ചു, പ്രായമായി 90 വയസ്സായി. ആൾ ചോദിച്ചു, ശിഷ്യൻ ചോദിച്ചു, എന്താ ഗുരു നിങ്ങൾ കല്യാണം കഴിക്കാഞ്ഞ്? അപ്പോൾ ആ ഗുരു പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാണ്ടൊന്നല്ല, അന്ന് കഴിക്കായിരുന്നില്ലേ. അല്ല, ഞാൻ ഏറ്റവും എനിക്ക് കുറേ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നേ. അപ്പം അതുപോലെ എല്ലാം തികഞ്ഞൊരു പെണ്ണിനെ നോക്കി നടന്നിട്ട് കിട്ടിയില്ല. ഇത്രയധികം പെണ്ണുങ്ങളുണ്ടല്ലോ. അല്ല, കിട്ടി, ഒരു പെണ്ണിനെ ഞാൻ കണ്ടു, തികഞ്ഞൊരു പെണ്ണിനെ ഞാൻ കണ്ടു. എന്നിട്ട് എന്നാൽ കെട്ടായിരുന്നില്ലേ? ഞാൻ ആ പെണ്ണോട് ചെന്ന് ചോദിച്ചു, ഞാനിങ്ങനെ നിങ്ങളെയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചു. എന്നിട്ട് ആ പെണ്ണ് സമ്മതിച്ചില്ലേ? ആ പെണ്ണ് വേറൊരു കാര്യം പറഞ്ഞു. എന്ത്? ആ പെണ്ണും എല്ലാം തികഞ്ഞ പുരുഷനെ തപ്പി നടക്കുകയാണ്, ഇതുവരെ കണ്ടുകിട്ടി. ഇതെന്തിനാ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നറിയോ? നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല എന്ന് കൂടെ മനസ്സിലാക്കണം. ഞാനെല്ലാം തികഞ്ഞ പെണ്ണാണ്, അല്ല, ഞാനെല്ലാം അങ്ങനെയില്ല. നമ്മൾ ഇംപെർഫെക്റ്റാണ്, കുറവുകൾ നമുക്കുണ്ട്. ആ കുറവുകളെ നിങ്ങൾ കുറവുകളാണെന്ന് അംഗീകരിക്കുക. നിങ്ങൾ ഉണ്ടപ്പക്രൂനെ കണ്ടണ്ട, അജയൻ, നിങ്ങൾ ഉണ്ടപ്പക്രു വിചാരിക്കും അവന് കളിയാക്കി. എൻ്റെ സുഹൃത്തണവൻ, അവനുണ്ടപ്പക്രു എന്ന് പറഞ്ഞാൽ അവന് യാതൊരു വിഷമമില്ല. നിങ്ങളെയൊക്കെ താറാവെന്ന് വിളിച്ചു നോക്കിയാൽ ഉണ്ടപ്പക്രു എന്ന് വിളിച്ചു നോക്കിയാൽ മനസ്സിടിയും അല്ലേ? ഉണ്ടപ്പക്രുവിനെ എടുത്തിട്ടുണ്ട് ഞാൻ. ഉണ്ടപ്പക്രു അവന് യാതൊരു വിഷമമില്ലല്ലോ. എൻ്റെ കൈ ഇത്രയ്ക്കുള്ളൂ, കാലിത്രയ്ക്കുള്ളൂ, ആയിക്കോട്ടെ. TV നിന്നിട്ട് സംസാരിക്കണുണ്ട് ഉണ്ടപ്പക്രു. നിങ്ങളൊക്കെ ഉണ്ടപ്പക്രു ആയിരുന്നെങ്കിൽ ബെസ്റ്റായേനെ. എന്താ കാരണം പ്രിയമുള്ളവരെ? ആ ആത്മബലം. എനിക്ക് കുറവുണ്ട്, ആയിക്കോട്ടെ, എൻ്റെ തെറ്റല്ലല്ലോ. എനിക്ക് നിറമില്ല, ഭംഗിയില്ല, ഞാൻ കറുത്താണ്, വെളുത്താണ്, അതിന് തനിക്കെന്താ ഭേദം? തനിക്കെന്താ കാര്യം? എൻ്റെ ശരീരത്തിൻ്റെ ഭംഗിയല്ല, എൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഞാൻ കണക്കെടുക്കുന്നത്. സത്യമേ ഞാൻ പറയൂ. എനിക്ക് കള്ളം പറഞ്ഞിട്ടൊന്നും നേടിയെടുക്കേണ്ട ആ സൗന്ദര്യമായിരുന്നു പ്രിയമുള്ളവരെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ക്യാരക്ടറാണ്. ഇനി ഭാര്യ എന്ന കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ മകളായി, സ്ത്രീയായി, അമ്മയായി, ഇനി ഭാര്യ. ചില ഭാര്യമാരെ കുറിച്ച് ബൈബിളിൽ നിന്ന് പറയാം. പീലാത്തോസിന്റെ ഭാര്യ നല്ല ഭാര്യയല്ലേ? അത് പറ, ആണെങ്കിൽ കൈയടിക്കേ. ആ ഭർത്താവിനോട് പറഞ്ഞത്, മനുഷ്യൻ താൻ തൊട്ടിട്ട് കാണിക്കണത്, ആ മനുഷ്യൻ നീതിമാനാണ്, നീ മിണ്ടാണ്ട് പൊക്കോടുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ
ആ മനുഷ്യന് നിങ്ങളിങ്ങനെ ദ്രോഹിക്കരുത്. പറയാ ഓരോ കാര്യം പറഞ്ഞു വരുന്നത്. ഇങ്ങനൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ എന്തായാലും അത് കാണിക്കാതിരിക്കണേല് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നീയേ ഭാരിച്ച കാര്യം അന്വേഷിക്കണ്ട, മനസ്സിലായണ്ട? അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സൈലൻ്റ് ആണ് അച്ഛാ പിതാവേ. ഇവരെല്ലാവരും വളരെ അതൊന്നും പറയണ്ട അച്ഛാ, അതൊക്കെ ഞങ്ങൾ ഏറ്റ്. ആ പീലാത്തോസിനോട് പറഞ്ഞാണ്, ആ നീതിമാന്റെ രക്തത്തിൽ നിങ്ങൾ വെറുതെ കൈയിടണ്ട, തെറ്റാണ്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ പാസ്വേഡ് ഇട്ടത് പീലാത്തോസ്. നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക, അല്ല ഇവർക്ക് കൂടി പാസ്വേഡ് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾ ആദു ഹവ്വയുടെ സംഭവം വായിച്ചിട്ടില്ലേ? ഈ ആദു ഹവ്വയും അവിടെ സന്തോഷമായിട്ട് കഴിയായിരുന്നു. അപ്പോഴാണ് മറ്റേ പിശാച് വന്നത്. ആ പിശാച് വന്നിട്ട് ആ പെണ്ണിനെ ഹണി ട്രാപ്പിൽ പെടുത്തി, അത് വിട്ടു. നിങ്ങൾ വിചാരിക്കുന്ന പിശാച് കറുത്തിരുണ്ട് കൊമ്പ് വാലൊക്കെ വെച്ചിട്ട് പല്ലൊക്കെ ഇങ്ങനെ, അങ്ങനെയല്ല. അത് പിശാചിൻ്റെ ഒരു തന്ത്രമാണ്. ശരിക്കും പിശാചാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനും സുന്ദരിയും. അങ്ങനത്തെ ഒരാൾ വന്നാൽ നിങ്ങൾ വീട്ടിൽ കയറ്റുമോ? പിശാചിനെ കയറ്റില്ല. പിശാച് ഭയങ്കര സുന്ദരനാ, സുന്ദരിയാണ്. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടൊരു പെണ്ണ് വന്നിട്ട്, ഹലോ, യെസ് ഫൈൻ, ഐ ആം കമ്മിങ് ഫ്രം ദുബായ്, ഓക്കെ, ഐ ഹാവ് എൻ ഓഫർ, ഓ ഗുഡ്, പ്ലീസ് സിറ്റ്. വേറൊരു പെണ്ണ്, തൊഴിലുറപ്പ് പെണ്ണ് വന്നിട്ട്, ചേട്ടാ നിങ്ങൾ ആട്ടി വിടും. അപ്പൊ സൗന്ദര്യം ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളവർ ശ്രദ്ധിച്ചോട്ടെ അതൊക്കെ. അപ്പോൾ ഇപ്പൊ ചിരിച്ചാരെന്നറിയാം, ഇത്തിരി കുറവുള്ളവരാണ്. അപ്പോ ഈ പിശാച് വന്നിട്ടുണ്ടല്ല, നേരെ ഈ പെണ്ണിനെ കിടപ്പെടുത്തി. മിണ്ടാണ്ടിരുന്ന പോരെ. ഭർത്താവ് വന്നപ്പോ ഇതെന്തിട്ടത്, ഇതല്ലേ തിന്നാൻ പാടില്ല. അപ്പോഴാണ് ഈ ഹവ്വ പാസ്വേഡ് ഇട്ടത്. തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞപ്പോഴാണ് ഹവ്വ പാസ്വേഡ് ഇട്ടു. എന്താ പാസ്വേഡ് എന്നറിയോ? ശ്രദ്ധിച്ച് കേട്ടോളോ. എന്താ ശ്രദ്ധ പിതാവേ, എല്ലാവർക്കും പാസ്വേഡ് കേൾക്കാം. ആ പാസ്വേഡാണ് കുഴപ്പമില്ല. ഇപ്പം എന്താ ഞാൻ പറഞ്ഞേ? അല്ല ഇപ്പം എന്താ ഞാൻ പറഞ്ഞേ? അതാണ് പാസ്വേഡ്. എന്താ പാസ്വേഡ്? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഞായറാഴ്ച ഭർത്താവ് പള്ളിക്ക് പോകണില്ല, അപ്പം നിങ്ങൾക്കൊന്ന് പള്ളി പൊക്കൂടെ? അപ്പം അയാൾ പാസ്വേഡ് ഇടും. എന്താണ് കുഴപ്പമില്ല. പള്ളിയിൽ വാർഷിക ധ്യാനം നടക്കണ്, ഡാ മോനെ നീ ഒന്ന് പള്ളി പോണത് ധ്യാനം നടക്കണ്. അപ്പം ആ ചെക്കൻ പാസ്വേഡ് ഇടും. എന്താണ് കുഴപ്പമില്ല. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ തേങ്ങ നിങ്ങളുടെ വീട്ടിലേക്ക് ഉരുണ്ടു വന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ ഭാര്യ പറയണ്, അത് അവരുടെ വീട്ടിലാണ്. അപ്പം എന്തിടും? അപ്പം നിങ്ങൾക്ക് എന്തായി ഇവിടുന്ന് പോകുമ്പോൾ ഈ പാസ്വേഡ് കിട്ടിയതിൻ്റെ സന്തോഷം കണ്ടോ? ഓ സമാധാനമായി. അത് ഈ പാസ്വേഡ് കിട്ടാണ്ട് പല പ്രാവശ്യം എവിടെയെങ്കിലും എഴുതി വെച്ചോളൂട്ടാ. എന്താ പാസ്വേഡ്? അതാണ്. അപ്പോൾ ഇതാണ് പെരുന്നാളാണ് പള്ളിയിലെ. അപ്പോൾ ഭർത്താവ് എന്തത്? എൻ്റെ ദൈവമേ, ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും പിതാവെ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഇവിടെ എന്താ നടക്കണേന്ന് വല്ലവരോട് നീ ചോദിക്കണോ? വെറുതെ ഇങ്ങനെ കാണിച്ചപ്പോഴേക്കും സംഭവം മനസ്സിലായിന്ന്. എന്താ തരം, ഞാനൊന്നും പറയാനില്ല. ഈ സാധനം മനസ്സിലായ? എന്നിട്ട് ഒഴിക്കണ്. അപ്പോൾ ഭാര്യ വന്നിട്ട് ഇതിവിടെ ശരിയല്ലാട്ടാ. അപ്പം അയാൾ എന്തിടും? എന്താ പറയാ? ദൈവമേ, ഈ പാസ്വേഡ് ഇട്ടിട്ടാണ് ഈ ഹവ്വ ഈ ഭർത്താവിനെ കീഴടക്കിയത്. പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ കാണിക്കുന്നതൊക്കെ തെറ്റണിട്ടാ. നിങ്ങൾ അങ്ങനെ പറയാൻ ഭർത്താവിനോട് തെറ്റ് ചെയ്ത് കാണുമ്പോൾ അത് പറയാൻ ധൈര്യമുള്ള ഭാര്യമാരെ ഒന്ന് കൈയടിച്ച്. ഇവിടെ അടച്ചു എന്ന് ആരും പറയണ്ടാട്ടാ. നീ അവിടെ ഇരുന്ന് കൈയടിക്കുകയാണല്ലോ. അപ്പോൾ ഇനി മറ്റൊരു ഭാര്യയുടെ കാര്യം പറയാം. ഇപ്പം അമേരിക്കയിൽ അച്ഛൻ പോയിരുന്നു. അവിടെ ഒരു സ്ത്രീ മൈക്കിന് മുമ്പിൽ എന്നിട്ട് ലക്ഷങ്ങളോട് സംസാരിച്ചു. എൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ക്ഷമിച്ചു, എൻ്റെ ഭർത്താവ് ക്ഷമിച്ചു, യേശു ക്രിസ്തു ക്ഷമിച്ചതുപോലെ. ആ പെണ്ണിൻ്റെ പേരാണ്
എറിക്. ചാൾസ് ക്രീക്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അകലെ വെച്ച് വെടിവെച്ച് വീഴ്ത്തുമ്പോൾ ഈ പെണ്ണ് അവൻ്റെ കുട്ടിയെ ഉദരത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എൻ്റെ മരിച്ചുപോയ ഭർത്താവ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എത്ര അമ്മമാർക്ക് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയാൽ പോണ്ട, ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തുണ്ടാകും എന്നുറപ്പുള്ളവർ കൈ ഉയർത്തിയാൽ പ്രയാസാണ്, കൈയടിച്ചോളൂ. പ്രിയമുള്ള അമ്മമാരെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ളത് അതാണ്. ഇനി ഔസേപ്പിതാവിൻ്റെ ഭാര്യ പരിശുദ്ധ മറിയം, ഔസേപ്പിതാവ് ബത്ലഹേമിലേക്ക് പോകണം. പിന്നെ പൂർണ്ണ ഗർഭിണിയായിരിക്കണ സമയത്താണ്. എന്തുട്ടാ നിങ്ങൾക്ക് വല്ലത് അറിയത്? അല്ല, അവിടെ പേരെഴുതിക്കാൻ എന്നാൽ അവിടെ ബുക്ക് ചെയ്യേ. ഏത് ഫ്ലൈറ്റിലാണ് പോണേ? ബത്ലഹേമിലേക്ക് ഏത് ഫ്ലൈറ്റിലാണ് പോയേ? കഴുതയുടെ പുറത്തിരുന്നിട്ട് നടത്തുകയാണ്. നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഭർത്താവ് കഴുതയുടെ പുറത്തിരുത്തി നടത്തിയാൽ നിങ്ങളുടെ അനുഭവം എന്ത്? പിന്നെ മാതാവ് നടന്നു പറഞ്ഞിട്ട് ഞാൻ നടക്കുക. മാതാവിന് ഭയങ്കര ഇഷ്ടമാണ്. മാതാവ് ഗർഭിണിയായി ഇല്ലേ? ആ സ്ത്രീയുടെ മനസ്സാണ് ഞാൻ പറയുന്നത്. ഒരു സ്ത്രീയാണല്ലോ, ഗർഭിണിയായി. അപ്പം തന്നെ ഏളേമേരെ അടുത്തേക്ക് പോവാണ്. കാരണം ഏളേമയും ഗർഭിണിയാണ്. തിടുക്കത്ത് യാത്ര പുറപ്പെടുകയാണ് ഗർഭിണിയായ ഈ മറിയം. നിങ്ങൾ കല്യാണം കഴിഞ്ഞു, ഫസ്റ്റ് ഗർഭിണിയാണെന്ന് അറിയാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻറ്റ്, ഗർഭിണിയാണ്. സന്തോഷമായി. നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അമ്മായിമ്മ കാത്തുകയാണ് നിങ്ങളെ കാണാൻ. അവർ എന്തായി മോളെ? പ്രഗ്നൻറ്റ്. ബെഡ് റെസ്റ്റ്. ബെഡ് എവിടെ? മാതാവ് പ്രഗ്നൻ്റായിട്ട് എലിസബത്തിനാണ്. ഇവിടെ ബെഡ് എവിടെ? ബെഡ്. ഇനി അമ്മ എല്ലാ പണി നിർത്തോട്ടാ, ഞാൻ കിടക്കാൻ പോവാ. സത്യമാണ് ഇത്. എന്നിട്ട് നിങ്ങൾ മാതാവിൻ്റെ മാതൃസംഘം എന്നൊക്കെ പറഞ്ഞാൽ മാതാവിൻ്റെ ഒരു മണമെങ്കിലുണ്ടാവണ്ടേ? എല്ലാ കാര്യങ്ങളും വെറുതെ ഞാൻ പറയല്ല കേട്ടോ, നിങ്ങളൊന്ന് ആലോചിക്കാൻ വേണ്ടി നിങ്ങളോട് പറയണതാണ്. ഞാൻ ഈ ധ്യാനത്തിനൊക്കെ ധൂർത്തുപുത്രൻ്റെ ഉപമയും സക്കേവൂസിൻ്റെ ഉപമയും പറയാറുണ്ട് പിതാവേ. പക്ഷെ ആൾക്കാർക്ക് ഈ സക്കേവൂസിൻ്റെ ഉപമ പറയുമ്പോൾ ഇഷ്ടമില്ല, ധൂർത്തുപുത്രൻ്റെ ഉപമ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ധൂർത്തുപുത്രൻ്റെ ഉപമ വരവ, സക്കേവൂസിൻ്റെ ഉപമ ചെലവ. നമുക്ക് ധൂർത്തുപുത്രൻ്റെ ഉപമ നോക്കുമ്പോൾ പുതിയ ചെരുപ്പ്, മോതിരം, കൊഴുത്ത കാളക്കുട്ടി, എന്തൊരിഷ്ടമെന്നറിയാം കേൾക്കാൻ. ഇനി സക്കേവൂസിൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് വിട്ടുകൊടുത്തു. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ വെറുതെ. സ്വത്തിൻ്റെ വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ 4 ഇരട്ടി കൊടുക്കണത് കൊടുത്താൽ പോരാ? ഓരോ കാര്യങ്ങൾ മനുഷ്യനെ ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഞാൻ ഈ സക്കേവൂസിൻ്റെ പറയാൻ കാരണം എന്നറിയോ? ഭാര്യമാരെ കുറിച്ചാണല്ലോ പറയണത്. ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നും, എന്തൊരു കഷ്ടമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും സക്കേവൂസിൻ്റെ കഥ പറയുമ്പോൾ ആ സക്കേവൂസിൻ്റെ ഭാര്യേനെ നമ്മൾ വിലമതിക്കണ്ടേ? ആ പെണ്ണ് എന്ത് നല്ല പെണ്ണായിരുന്നു. പേരെനിക്കറിയില്ല കേട്ടോ. ആ ഭാര്യ തമാശ പറഞ്ഞല്ല. ഈ ഭർത്താവ് സ്വന്തം കുടുംബത്തിലെ സ്വത്ത് പകുതി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് വല്ല വഴക്കുണ്ടാക്കിയോ? ഇല്ല. അതാളുടെ പേരൊന്നും നമുക്കറിയണ്ടേ? ഒന്നുമില്ല. എന്നാലും ആ പെണ്ണ് എന്തൊരു നല്ല പെണ്ണാ. ഇപ്പം നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ആ പെണ്ണിൻ്റെ മനസ്സ് കേട്ടോ. വഞ്ചിച്ചെടുത്തതിന് 4 ഇരട്ടി കൊടുക്കാൻ ആ പെണ്ണൊന്നും പറഞ്ഞില്ലല്ലോ. ആ പെണ്ണാണോ നിങ്ങളാണോ ഏറ്റവും ശ്രേഷ്ഠരെന്ന് ഇപ്പം തെളിയിക്കാം. നിങ്ങളുടെ ഭർത്താവ് ഇന്ന് രാത്രി, ഞാൻ ഫോൺ വിളിച്ച് പറയാം എല്ലാവരോടും, ഇന്ന് രാത്രി ഇത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഈ വിമൻസിനെ കഴിഞ്ഞ് വന്ന നിങ്ങളോട് രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറയണം, ത്രേസ്യാമ്മേ, ആ സക്കേവൂസിൻ്റെ ഉപമ ഇതാണ് ഞാൻ വായിച്ചത്. എനിക്ക് പെട്ടെന്നൊരു മാനസാന്തരം ഉണ്ടായി. സ്വത്തിൻ്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കണം.
എന്ന് നിങ്ങളുടെ ഭർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞാൽ അത് സമ്മതിക്കും ഞാൻ എന്നുള്ളവരൊന്ന് കൈവന്തിച്ചേൻ. ചിലർ കൈവന്തിച്ചിട്ട് ആരില്ല എന്നുള്ള താത്തി. അത് നല്ലൊരു സ്വഭാവം. അതായത് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ സ്വത്തിന്റെ പകുതി ദരിദ്രം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കും. ഒന്ന് കൈവന്നിച്ച് ആരെ പൊന്തിച്ചേൻ? 1 2 3 4 5 6 7 8 10 12 ഈ ഭാഗത്ത് സഖ്യഹൂസ് ഇല്ല, ഈ ഭാഗത്ത് കൂടുതൽ. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ അവരെ നോക്കുന്നുണ്ട്, ഭയങ്കര നോട്ടാട്ടോ. ബാക്കിയുള്ളവരൊക്കെ അവള് കൈവന്നിച്ചിട്ടുണ്ട് സ്വത്തിന്റെ പകുതി. ഞാൻ ഇതൊക്കെ ചോദിക്കും, ഈ കൺവെൻഷനിലൊക്കെ നടക്കുമ്പോൾ ചോദിക്കുമ്പോണ്ടല്ലോ, ഇവിടെ എന്തോ ഭാഗ്യത്തിന് കുറെ പേരൊക്കെ പൊന്തിച്ചു, അതിന്റെ കഥയൊന്നും എനിക്കറിയില്ല, മിക്കടുത്ത് ഒരാളെങ്കിലും പൊന്തിക്കാറുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ചേച്ചിക്ക് എങ്ങനെ അത് പറയാൻ പൊന്തിക്കാൻ തോന്നി? അങ്ങനെ ഭർത്താവ് പറഞ്ഞാൽ കൊടുക്കുമെന്ന് ചേച്ചിക്ക് എന്നെ പറയാൻ തോന്നിയ? വേറെ എനിക്ക് നന്നായിട്ട് അറിയാച്ച എൻ്റെ ഭർത്താവിനെ, അങ്ങനെ ഒരിക്കലും അത് പറയില്ല. ഞാൻ കൈവന്നിച്ചവരെ കുറിച്ചല്ല പറഞ്ഞത്. നിങ്ങൾ അവരുടെ മെക്കെട്ട് കയറരുത്. നിങ്ങൾ വലിയ ന്യായം പിടിച്ചിട്ട് ഞങ്ങളടി എന്ന് പറഞ്ഞിട്ട് കയറരുത്, പ്ലീസ്. മനസ്സിലാക്കുക നിങ്ങൾ. അതായത് ഈ ലോകവും ഈ ലോകത്തിൻ്റെ സ്വത്തിനും വേണ്ടി കട്ടിപ്പിടി കൂടുന്ന ഒരു കൊള്ള സംഘമായിട്ട് മാറിയിരിക്കുക നമ്മൾ കുടുംബങ്ങളൊക്കെ. പ്രിയമുള്ളവരെ, നല്ലൊരു ഭാര്യയാണെങ്കിലുണ്ടല്ലോ, അവൾക്ക് ശരിക്കും ഏത് കുടിയനായ ഭർത്താവ്, തോന്നിവാസിക ഭർത്താവ്, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ. സ്വന്തം സുഖവും സ്വന്തം ഇതൊക്കെ ഞാൻ പറഞ്ഞാലും പറ്റാത്ത ചില കുട്ടിക്കലൊക്കെ പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഈ എലിക്കണിയിൽ പെട്ട പോലെ പെട്ടിട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറയുന്നത് ഒരു പ്രാവശ്യം മാത്രം കേൾക്കുന്ന സ്ത്രീയുടെ പേരാണ്. ഒറ്റ പ്രാവശ്യം കേൾക്കുള്ളൂ. നിങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം കേൾക്കുള്ളൂ. ആ സ്ത്രീയുടെ പേരാണ് അമ്മ. നിങ്ങൾ പറയുന്നത് 2 പ്രാവശ്യം കേൾക്കുന്ന സ്ത്രീയുടെ പേരാണ് നിങ്ങളുടെ സഹോദരി. നിങ്ങൾ പറയുന്നത് 3 പ്രാവശ്യവും പറഞ്ഞാൽ കേൾക്കുന്ന സ്ത്രീയുടെ പേരാണ് മകൾ, നിങ്ങളുടെ മകൾ. നിങ്ങൾ പറയുന്നത് ഒരിക്കലും കേൾക്കാത്ത സ്ത്രീയുടെ പേരാണ് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല പിതാവേ, ചെവി കേൾക്കാത്ത പെണ്ണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൾക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ ആ പെണ്ണിന്. നിങ്ങൾ എന്നെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം ഞാൻ എന്ത് ചെയ്യാനാ? അതായത് ചെവി കേൾക്കാത്ത പെണ്ണ് എന്ത് പറഞ്ഞാലും കേൾക്കില്ലെന്ന്. അപ്പോഴേക്ക് നിങ്ങൾ കയറി ഭാര്യ എന്ന് പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എന്നാ ഒരാൾ പറയുന്നത് എല്ലാം കേൾക്കുന്ന സ്ത്രീയുടെ പേരാണ് ശരിക്കും ഭാര്യ എന്ന് പറയുന്നത്. കൈയടിച്ചോ? ഒരു തെറ്റൊക്കെ ആർക്കൊക്കെ പറ്റും. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചക്കിക്കൊത്ത ചങ്കരൻ കേട്ടിട്ടുണ്ടോ? ചക്കിക്കൊത്ത ചങ്കരൻ, അങ്ങനെ ചില ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവർ ചക്കിക്കൊത്ത ചങ്കരാണ്. അവർ കഥ പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. ആ വീട്ടിലത്തെ ഭാര്യയുടെ പേരാണ് ചക്കി, ഭർത്താവിൻ്റെ പേരാണ് ചക്കൻ. അവർ വീട്ടിലെ ജോലിയാണ് ചക്ക്. ഈ എള്ളാട്ടണ ചക്കില്ലേ, അതിട്ടിട്ടാണ് ഇവർ കഴിഞ്ഞു കൂടുന്നത്. ഇവർ നേരം വെളുത്താൽ അവരുടെ കട തുറന്നു വയ്ക്കും. അപ്പോൾ ഇവരുടെ ഒരു ആ സിങ്ക്രണൈസിങ് ആണ് പറയണ കേട്ടോ. ഒക്കെ എള്ളാട്ടാൻ ആൾക്കാർ കൊണ്ടുവരും. എള്ള് മനസ്സിലായി, എണ്ണ. അപ്പോൾ എള്ളാട്ടം കൊണ്ടുവരും. ആ ചക്കി അതേരും കുറച്ച് എള്ളൊന്ന് ആട്ടി തരണം. ഓക്കെ, ഇവിടെ വെച്ചറാ. എന്നിട്ട് ഈ എള്ളാട്ടണ ഇതിൽ എള്ളിടും. അപ്പോൾ അതിങ്ങനെ ആട്ടും. അപ്പോൾ അതിൻ്റെ എള്ള് ഇങ്ങനെ ഒഴുകി വരുമല്ലോ, എണ്ണ. അപ്പോൾ ചക്കി അകത്തേക്ക് പോകും. ഇയാളത് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തടവണം അതിലേക്ക്. അതിനൊരു തുണിയുണ്ട്, ആ തുണിയോട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ അത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, അതെ ഞാനത് സമ്മതിക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, നീ ഒന്നും മിണ്ടാണ്ടിക്കണേ ഇവിടെ. അപ്പം ഈ കൊന്നാൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പം അയാളത് കേൾക്കും, അത് കുഴപ്പമില്ല, അത് ശരിയായിക്കോളും, പറഞ്ഞ് മനസ്സിലാവില്ലടോ, ഞാൻ പോരാ. എന്നിട്ട് ഈ തുണി കൊണ്ട് ആളാകത്തേക്കാ പോകും. അപ്പോൾ ഭാര്യ ഉണ്ടല്ലോ ഒരു പാത്രം പിടിച്ചിട്ട് നിൽക്കുക, എന്നിട്ട് ആ പിഴിയും. എന്നിട്ട് ആ എള്ളം അവിടെ എന്നിട്ട് വരും. എന്നിട്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ നീ ഒന്നും മിണ്ടാണ്ടിക്കടി, ഇങ്ങോട്ട് വരും. എന്താ പറഞ്ഞ കേക്കില്ലടോ, എന്നിട്ട് പിന്നെയും തടവും. അപ്പോൾ ഈ എണ്ണയൊക്കെ ഈ തുണിയിലാവും. അപ്പോൾ വീണ്ടും വഴക്കുണ്ടാക്കും. ആര്? പെണ്ണ്.
കുറച്ച് കഴിയുമ്പോൾ നീയൊന്നും വിട്, ഇതിപ്പോൾ വരാട്ടാ, അങ്ങോട്ട് പോകും. അപ്പോൾ പാത്രം പിടിച്ചേക്കുണ്ടാവും, അതിൽ പിഴിയും. ഇതാണ് ചക്കിക്കൊത്ത ചങ്കരൻ. നന്നായിട്ട് സഹകരിച്ച് പോയാൽ നമുക്ക് ഈ എന്താണ് ഈ അണിയറ ഒരു മണിയറയാക്കാന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുപോലെയൊക്കെ കുറേ കുടുംബജീവിതങ്ങളുണ്ട് പറയുന്നത്. ഭാര്യ എന്ന് പറയുന്നത് എന്തിനാണ്? ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ ഭാരമുള്ള ജോലിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു പറ്റലല്ല, ഒരു കുടുംബത്തെ ഉണ്ടാക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം, ഒരു കുടുംബത്തെ. ഇനി ചില ഭാര്യക്കാരെ കുറിച്ച് പറയട്ടെ. നല്ല ഭാര്യമാരെ കുറിച്ച് പറഞ്ഞെങ്കിലും ഈ ലോത്ത് അതാരാ? അബ്രാഹത്തിൻ്റെ ആ പെണ്ണ് എങ്ങനെയുണ്ട്? നല്ല പെണ്ണല്ലേ? പറഞ്ഞോട്ട് മോളെ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോവാടി ദേ പിടിക്ക. ഇന്നലെ ലോത്തിൻ്റെ കാര്യമല്ലേ അവിടെ വായിച്ചത്. പോണ സമയത്ത് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അതവിടെ തീമഴ പെയ്യും സോതോമിൽ, തിരിഞ്ഞ് നോക്കരുത്, ഭാര്യനെ കൊണ്ട് പോവാ. ഈ പെണ്ണ് അങ്ങനത്തെ പറഞ്ഞാലോ കേൾക്കില്ല, തിരിഞ്ഞു നോക്കല്ലടി. അതോടുകൂടി പോണായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ചെറിയൊരു തെറ്റ് അത് കുടുംബത്തെ മുഴുവൻ ബാധിക്കും. ഇത് ഇപ്പോൾ അടുത്തൊരു ദിവസം ഇവിടെ പോകുന്ന സമയത്ത് ഒരു ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ട് ആ ഭാര്യയും മക്കൾ കിടന്ന് ആൾ പറഞ്ഞു ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാം. പല പ്രശ്നങ്ങളും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ ആ കുടുംബത്തിലെ മക്കളും ഭാര്യയ്ക്ക് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഞാൻ കേൾക്കാമെന്ന് അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലേ. അത് ഞാൻ തുടങ്ങാൻ കാരണം എൻ്റെ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ 16 വർഷമായി. അയാൾ 3000 ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, കിഡ്നി ട്രാൻസ്പ്ലാന്റ്. 3000ൻ്റെ സെലിബ്രേഷൻ എന്നെ ക്ഷണിച്ചിട്ട് ഞാനും സന്തോഷ് കുളങ്ങര, മേജർ രവി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് എൻ്റെ ഡേറ്റ് നോക്കി ഫിക്സ് ചെയ്തിട്ട് 2 ദിവസം ഞാൻ പോകാൻ നിൽക്കുക. എന്നെ വിളിച്ച് പറയണം ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡോക്ടർ സൂയിസൈഡ് ചെയ്തു. പത്രത്തിലെ വാർത്തകൾ നിങ്ങൾ കേട്ട് കാണും. ഞാൻ ഓടിച്ചെന്നു, വീട്ടിലേക്ക് ചെന്നു. ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല അയാൾ എന്തിനാ സൂയിസൈഡ് ചെയ്തതെന്ന്. അങ്ങനെ ഞാൻ UK പോയത് സർവ്വമത സമ്മേളനത്തിന്. അവിടെ ചെന്ന് കയറുമ്പോൾ അറിയണത് അവിടെ ക്യാൻസർ ബാധിച്ചൊരു സ്ത്രീ മരിച്ചു, ആ ഭർത്താവ് സൂയിസൈഡ് ചെയ്തു. ഇത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നേരെ തൃശ്ശൂർക്ക് വരികയാണ്. 2 ദിവസമുള്ള ഇനി. അപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് വാർത്ത എനിക്ക് കേൾക്കുന്നത്. എൻ്റെ പള്ളിയുടെ 2 പള്ളി അപ്പുറത്തുള്ള പള്ളിയിലെ വികാരിയച്ഛൻ 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ തൃശ്ശൂരെ തൂങ്ങി. അപ്പോൾ പ്രിയമുള്ള അമ്മമാരെ, നിങ്ങൾക്ക് ധാരാളം ടെൻഷനുകൾ പ്രയാസങ്ങളുണ്ടാകാം. ഒരു ആത്മാർത്ഥമായൊരു സുഹൃത്ത് നിങ്ങളെ മുഴുവനായും കേൾക്കാവുന്നൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളെ ചൂഷണം ചെയ്യാത്ത, നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുന്ന. ചിലപ്പോൾ ഭർത്താവില്ല, ചിലപ്പോൾ അമ്മയായിരിക്കാം. അതില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും ഉണ്ട് എൻ്റെ വീട്ടിൽ എന്നുള്ളവർ കൈവന്ദിച്ചൻ. പിതാവേ, അത് നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ചോ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തത് അതാണ്. തുറന്നു പറഞ്ഞാൽ അപ്പ കിട്ടും പാര, നമ്മളെ അംഗീകരിക്കില്ല. അതുകൊണ്ട് പ്രിയ അമ്മമാരെ, ഇത് കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ജോബിൻ്റെ ഭാര്യ എന്താ പറഞ്ഞതെന്നറിയോ? സ്വത്ത് നഷ്ടപ്പെട്ടു, എല്ലാ സൗഭാഗ്യങ്ങളും പോയപ്പോ ആ പെണ്ണ് പറഞ്ഞത്, താൻ ഇനി ദൈവത്തെ സ്തുതിച്ചിരുന്ന പോയി തൂങ്ങിച്ചാവിടോ എന്ന് ജോബിൻ്റെ ഭാര്യ പറഞ്ഞത്. ജോബ് എന്താ തിരിച്ചു പറഞ്ഞതെന്നറിയോ? നിന്നെ കണ്ടിട്ടല്ല ഞാൻ ജീവിക്കണത്, നീ തരുന്ന സുഖം അതല്ല എൻ്റെ ലക്ഷ്യം. എനിക്ക് നിന്നെ തന്നവനും എൻ്റെ ജീവൻ തന്നവനുമായ ദൈവം, എൻ്റെ ചർമ്മം അഴുകി പുഴുക്കൾ വന്നാലും ചർമ്മത്തിൽ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കും. പ്രിയമുള്ള അമ്മമാരെ, ഭാര്യമാരെ മനസ്സിലാക്കുക. ഭർത്താവിൻ്റെ സ്നേഹത്തിൽ തൂങ്ങിക്കിടന്ന് ജീവിക്കരുത്, നിങ്ങൾ പരാജയപ്പെടും. ഞാൻ ഷാർജയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ അവിടെ അച്ഛൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ അവിടെ താമസിക്കുക. ആ വീട്ടിൽ ഞാൻ താമസിക്കണേ. ഞാനവിടെ അച്ഛൻ്റെ അമ്മയുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ മോനാ. കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ വിധവയായി. അച്ഛൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെൻ്റെ മോനാണ്, ഏകമകൻ, അച്ഛനാണ്. എന്നിട്ട് ആ സ്ത്രീയോട് പറഞ്ഞു, അച്ഛൻ ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 5-ാമത്തെ വചനം എടുക്കാൻ പറഞ്ഞു. അവൻ എന്താണ്? ആ വചനമാണ് എന്നെ പിടിച്ച് നിർത്തിയിട്ടുള്ളത്. ഞാനെടുത്തു. അതിലെന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ? കുറേ പേർക്കറിയാം.
അറിയാവുന്നവർ പറയണ്ട. കൈവന്തിച്ചൻ. ഒരാൾക്കറിയുള്ളൂ അല്ലേ, രണ്ടാൾക്കറിയുള്ളൂ അല്ലേ? ആ ബൈബിളിൽ നിങ്ങൾ പോയി വായിക്കണം. 54:5 സൃഷ്ടാവാണ് എൻ്റെ ഭർത്താവ്. ഇതേപോലെ എഴുതി വെച്ചിരിക്കുന്നു. സൃഷ്ടാവാണ് എൻ്റെ ഭർത്താവ്. ആ അമ്മ പറഞ്ഞു, ഈ വചനത്തിലാണ് ഞാൻ ജീവിക്കണത്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ ഒന്ന് കൈബന്ധിച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര പേരായിരിക്കണേ നോക്കി. ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ ഭർത്താവല്ല. നിങ്ങൾ ജീവിച്ചത് നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ, ഇന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും. ഞാനിനി ധനവാന്റെ ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. കർത്താവ് പറഞ്ഞ ധനവാന് ലാസറില്ലേ, ആ ധനവാൻ ഒരു പെണ്ണുണ്ടായിരുന്നുണ്ടാവില്ലോ, പച്ചപ്പെട്ട് മഞ്ഞപ്പെട്ട് നീലപ്പെട്ടിൽ കിടന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലേ? ആ പെണ്ണ് പറയേണ്ടതല്ലേ ആയിരുന്നേ തൻ്റെ ഭർത്താവിനോട്, നമ്മളിങ്ങനെ തിന്നു കുടിച്ച് ജീവിച്ചാൽ മതിയാ, ഈ ലാസറുടെ കിടക്കിട താൻ കാണുന്നില്ലേ, നമ്മൾ അവർ കൊടുക്കണ്ടേ എന്ന് പറയാൻ ആ പെണ്ണ് തയ്യാറായില്ല. അയാൾ നരകത്തിലെത്തിയതാണ് കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ള ഭാര്യമാരെ, നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, നിങ്ങളുടെ സുഖങ്ങൾ വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം കൂടുതൽ സമ്പത്ത് തരുന്നുണ്ടെങ്കിൽ നമ്മളെ ദൈവം പരീക്ഷിക്കുകയാണ്. കാരണം സമ്പത്ത് കൂടുതൽ തന്നാൽ നീ എന്നെ മറക്കുമോ എന്നെനിക്കറിയണം. ദൈവം പരീക്ഷിക്കുന്നതാണ്. സമ്പത്ത് കൂടുതൽ കൊടുക്കുമ്പോൾ, സൗഭാഗ്യങ്ങൾ കൊടുക്കുമ്പോൾ, അധികാരങ്ങൾ, ജോലി, കാശ് വരുമ്പോൾ നാം ദൈവത്തെയും മറക്കും, മനുഷ്യനെയും മറക്കും. നമ്മുടെ ശ്രേഷ്ഠത ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തുന്നതാണ്. ഞാൻ സമയങ്ങൾ കുറേ ആയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഒരിക്കലേ ഒരു സ്കൂളിലെ റിസർച്ചുകൾക്ക് ഒരു സ്കൂളിലെ മാഷ് വർഷാവസാനമായി. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ വിളിച്ചിട്ട് പറഞ്ഞിട്ടാ, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം. അപ്പോൾ ചോദിച്ചോട്ടെ എത്ര രൂപ ഇടാനാണ്? പറഞ്ഞു, ഫോട്ടോഗ്രാഫർ പറഞ്ഞു, ഒരു 20 രൂപ ഒരു കുട്ടി തരണം. അപ്പോൾ ഈ മാഷ് പറഞ്ഞു, ഒക്കെ പാവപ്പെട്ട കുട്ടികളാടാ, നീ ഒന്ന് കുറയ്ക്കേ, 10 രൂപ തരാം. ഓക്കെ, 10 രൂപ 10 രൂപ, എല്ലാ കുട്ടികളും ഫോട്ടോ വാങ്ങിക്കാനട്ടാ, വാങ്ങിക്കാം, 10 രൂപ തീരുമാനിച്ചു. എന്നിട്ട് HM ടീച്ചേഴ്സിനെ എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് 30 രൂപ വീതം കൊണ്ടുവരണമെന്ന് പറയണം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരി 30 കൊണ്ടുവരാൻ പറയാം. ടീച്ചേഴ്സ് ക്ലാസ്സിൽ ചെന്നു. ക്ലാസ്സിൽ കുട്ടികളെ വിളിച്ചു വിട്ടിട്ട്, കുട്ടികളെ നമ്മുടെ വർഷാവസാനത്തിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും 50 രൂപ വെച്ച് കൊണ്ടുവരണം. അപ്പോൾ കുട്ടികൾ ശരി. കുട്ടികൾ വീട്ടിൽ ചെന്നു. അമ്മയുടെ അടുത്ത്, അമ്മ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, അപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും 100 രൂപ വെച്ച് കൊണ്ടുവരാൻ. അപ്പോൾ അമ്മ ശരി. വൈകിട്ട് അപ്പം വന്നു. അപ്പം അമ്മ പറഞ്ഞു, അതെ പിള്ളേർക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്, 200 രൂപ കൊടുക്കണം പറഞ്ഞിട്ടല്ലേ. ഇന്നത്തെ ലോകം ഇതാണ്. മോനെ, നിന്നെ കുറിച്ചല്ല ഞാൻ പറഞ്ഞേട്ടാ. ഈ ചെക്കൻ വിചാരിക്കൊണ്ട് ഈ അച്ഛൻ ഞങ്ങൾക്കിട്ട് ഇപ്പോൾ അരമണിയാണെന്ന്. അല്ല, നിങ്ങൾക്ക് ഒരു സത്യം മനസ്സിലായോ? ആ അപ്പൻ അത് കേട്ടപ്പോൾ നെഞ്ച് പൊട്ടിപ്പോയി. കാര്യം എന്താണെന്നറിയോ? ആ അപ്പനാണ് ഫോട്ടോഗ്രാഫർ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കണേ. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ചെയ്യുക, നിങ്ങളെക്കുറിച്ചുള്ള ബോധജ്ഞാനത്തിൽ നിങ്ങൾ പോകണം. ഒരിക്കലേ ഒരു ബൂത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ബൂത്തിൽ കയറി വന്നിട്ട്, ചേട്ടാ ഒരു ഫോൺ വിളിക്കട്ടെ. ശരി എന്ന് പറഞ്ഞു. ഫോൺ വിളിക്കാൻ വന്നു. വിളിച്ചു, ഹലോ ചേച്ചി, നിങ്ങളുടെ തോട്ടത്തിൽ പണിയാനായിട്ട് ആളെ വേണോ? വേണ്ട, ഞങ്ങൾക്കൂടെ ആളുണ്ട്. അല്ല, ഞാൻ നന്നായിട്ട് പണിയെടുക്കും ചേച്ചി, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ജോലിക്ക് വേണ്ടിയില്ല, പ്ലീസ് എന്നെ ഒന്ന്. മോനെ, ഇവിടെ ഒരാളുണ്ട്, അപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ട ചേച്ചി, ഞാൻ തോട്ടത്തിലെ പണി മാത്രം, അടുക്കളയിലത്തെ പണിയും കൂടി എടുത്തു തരാം, എനിക്ക് കുറച്ച് കാശ് തന്നാൽ മതി. എടോ, ഇവിടെ ഒരു ഒരാളുണ്ടെന്ന് എനിക്ക് വേണ്ട, നിങ്ങൾ എന്തിന്
നീ ഫോൺ വെച്ചേ. ചേച്ചി എനിക്ക് ജോലി കിട്ടാനേ ചേച്ചി ഞാൻ. അപ്പം ഈ ബൂത്തുകാരൻ ഇങ്ങനെ, ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ശ്രദ്ധിക്കുക, പാവം ജോലി ഇല്ലാണ്ട് കഷ്ടപ്പെടുന്നു. എന്നാലും ചേച്ചി ഞാൻ ഫോൺ വെച്ചേ, ഇവിടെ നല്ലൊരു ജോലിക്കാരൻ 10 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്താണ്, വേണ്ടാന്ന് ഫോൺ വെച്ചു. അപ്പം ഈ ബൂത്തിലെ ആൾക്ക് ഈ ചെറുപ്പക്കാരനോട് ഭയങ്കര സങ്കടമായിരുന്നു. ഡോ ഞാൻ വിഷമിക്കണ്ട, ഓരോ തരം ആൾക്കാരുണ്ടാവണം, തനിക്ക് ജോലി ഞാനാ തരാം. അതാണ് നല്ല മനുഷ്യർ. അയാളുടെ വിഷമം കണ്ടപ്പോൾ എവിടെ. അപ്പം ഈ ചെറുപ്പക്കാരൻ പറയല്ലേ, എനിക്ക് ജോലി വേണ്ട. അപ്പം താനല്ലേ ഇപ്പം ഈ ജോലി ചോദിച്ച്. അതെ. അപ്പോൾ താനിപ്പോൾ എന്താ ജോലി വേണ്ടത്? എനിക്ക് വേണ്ട. അപ്പം എന്താടോ? എൻ്റെ ചേട്ടാ, ആ വീട്ടിൽ ജോലി ചെയ്യണ ജോലിക്കാരനാണ് ഞാൻ, എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി. ആ ചേച്ചി പറഞ്ഞു കേട്ടോ, നല്ല ജോലിക്കാരനാ, ഇവിടെ ഒരു 10 വർഷമായിട്ട് ജോലി. ദിക്കളെ കുറിച്ചുള്ളൊരു അവലോകനം എടുക്കുന്നത് നല്ലതാ. മറ്റുള്ളവരെ കുറിച്ചൊക്കെ പലതും അന്വേഷിച്ച് കണ്ടെത്താൻ പോണേക്കാളും ഇതാരും ചെയ്യരുത് കേട്ടോ. ഞാൻ ഫോൺ വിളിച്ചിട്ട് ചോദിക്കണേ, ചിലപ്പോൾ ഇതൊക്കെ പോയി ചെയ്യുക ആൾക്കാർ ഞാനാന്ന് പെട്ടുപോയി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞിരുന്ന കുറേ സംസാരിക്കുക, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ ഷാജിയച്ച, ഇവരിങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകും. ഇവരെ ശ്രദ്ധിച്ചിരിക്കരുത്. അമേരിക്കയിലെ ഈ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷം എവിടെ നിന്നാണ് കിട്ടണത് അന്വേഷിച്ച് ഒരു സ്ത്രീ എപ്പോഴും സന്തോഷവതിയാണ്, ചിരിക്കാത്ത മുഖം കാണാൻ പറ്റില്ല, എപ്പോഴും ഹാപ്പിയാണ് ആ സ്ത്രീ. അപ്പോൾ അമേരിക്കയിൽ അവരെ ആ സ്ത്രീയെ വിളിച്ചിട്ട് ഒരു പഠനം നടത്താനായിട്ട് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഈ സ്ത്രീ ഇത്രയധികം സന്തോഷവതിയായിരിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീയെ വിളിച്ചൊരു നീഗ്രോ സ്ത്രീയാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര സന്തോഷം, നിങ്ങൾക്ക് എന്താ ജോലി? അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ജോലി എന്ന് പറയുന്നത് ഞാൻ അലക്കുകാരിയാണ്, വീടുകളിൽ നിന്നൊക്കെ വസ്ത്രം അലക്കി അവർക്ക് എടുത്ത് കൊണ്ടു കൊടുക്കുക, ഇതാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്ക് ഈ അലക്ക് ജോലി വെച്ചിട്ട് ഇത്ര സന്തോഷം എങ്ങനെയാത്? അപ്പോൾ നിങ്ങൾക്ക് ഈ കള്ളന്മാരെയൊന്നും പേടിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് കള്ളന്മാരെ പേടിയില്ല. എന്താ കാര്യം? എൻ്റെ കയ്യിൽ കാശില്ലാത്ത എനിക്ക് കള്ളന്മാരെ പേടിക്കണ്ട. കാശുള്ളവർക്കല്ല കള്ളന്മാരെ പേടിയുള്ളൂ. കള്ളന്മാരെ പേടി കാശുള്ളവരല്ലേ പേടിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് പോണ്ടേ, അതിന് വേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ, നിങ്ങൾക്ക് ആകുലതകളൊന്നുമില്ലേ? എനിക്ക് ദൈവം ആരോഗ്യം തന്നിട്ടുണ്ട്, ഞാൻ നന്നായിട്ട് അധ്വാനിക്കും, അലക്കും, അതുകൊണ്ട് ഞാൻ ജീവിക്കും, എനിക്ക് പ്രയാസമില്ല. അല്ലപ്പോൾ നിങ്ങൾക്ക് മക്കളില്ലേ? മക്കളെ കുറിച്ചൊരു ആകുലതയില്ലേ? മക്കളുണ്ട്, അവരൊക്കെ ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ഞാനല്ലല്ലോ അവരെ വളർത്തണത്, ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളാ. എൻ്റെ മക്കളെന്ന് ആരാ പറഞ്ഞത്? കുറച്ച് കാലത്തേക്ക് എനിക്ക് മക്കളുണ്ട്, ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് അതിശയം തോന്നി. അപ്പം നിങ്ങൾ മരിക്കില്ലേ? അപ്പം മരിക്കിനെ കുറിച്ച് വിഷമില്ലേ? മരിക്കുമല്ലോ, എല്ലാവരും മരിക്കുമല്ലോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണതാണ് എൻ്റെ മരണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ യാത്രക്കാരിയാണ്. ഇത് കഴിയുമ്പോൾ എൻ്റെ ഭർത്താവിനെയും മക്കളെയും വിട്ട് ഞാൻ വന്നിടത്തേക്ക് തിരിച്ചു ചെല്ലും. എൻ്റെ വീട്ടിൽ പോണേന് എനിക്കെന്തിനാ വിഷമിക്കാനുള്ളത്? ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പ്രിയമുള്ളവർ, എന്താ പ്രിയമുള്ളവർ നമുക്കൊന്നും ഇങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തത്? യേശുക്രിസ്തു ലോകത്തിൽ വന്നില്ലേ, 33 വർഷം ജീവിച്ചില്ലേ? ആരാ കർത്താവിൻ്റെ പക്ഷത്തുണ്ടായിരുന്നത്? മാതാവ് ഒഴിച്ച് എല്ലാവരും പോയില്ലേ? ആയിക്കോട്ടെ, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്, ഇത്രയേ ഉള്ളൂ. ശിഷ്യന്മാരൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ? ഒരുത്തൻ ഒറ്റയില്ലേ? ഒരുത്തൻ തള്ളി പറഞ്ഞില്ലേ? എല്ലാവരും കൊല്ലിയെന്ന് നോക്കി പറഞ്ഞില്ലേ? ഇവന് പിശാചുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇവൻ ഭ്രാന്തനാണെന്ന് പറഞ്ഞില്ലേ? എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ള അമ്മമാരെ, ഈ ലോകത്തിൽ ആരും നിങ്ങളുടെ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിൽ ജീവിക്കരുത്. ആര് കൂടെയുണ്ടെങ്കിലും, ആരാ നിങ്ങളുടെ കൂടെയുള്ളത്? ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ യാത്ര പോകണം, രാത്രിയായി. പോണ നേരത്തെ ഒരു സിമത്തേരിയുടെ അടുത്തെത്തിയപ്പോൾ സിമത്തേരി വരുമ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾ പാട്ട് പാടും. അങ്ങനെ പാട്ട് പാടി പേടിച്ച് സിമത്തേരി കൊണ്ടുവന്ന് നേരത്തെ നോക്കുമ്പോൾ ഒരാളെ മുമ്പിൽ കണ്ടോടുകൂടി ആൾക്ക് ആശ്വാസമായി. അപ്പോൾ പറഞ്ഞു, ഓ തന്നെ കണ്ടത്, താനെ എവിടേക്കാടോ? ഞാനിങ്ങനെ പോവാണ്. തന്നെ കണ്ടപ്പോൾ എനിക്കൊരു ധൈര്യമായി. അപ്പോൾ തനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനായിട്ട് പേടിയൊന്നുമില്ലേ? പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ മരിച്ചതിന് ശേഷം എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ആരാണെന്നുള്ളത് ഇന്ന് പോകുമ്പോൾ ഓർത്തിരിക്കുക. നിർത്താണച്ചോ.
ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തുട്ടപ്പെണ്ടായേ, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് അച്ഛന് നമ്മളെല്ലാവരും എണീറ്റ് നിന്ന് ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ആക്ഷൻ സ്പീക്സ്. ജീവിതത്തിലൂടെ കർമ്മപാതയിലൂടെ കിഡ്നി അച്ഛനായി മാറിയ ബഹുമാനപ്പെട്ട ഡേവിസ് അച്ഛൻ. അച്ഛൻ്റെ വളർച്ചയിൽ കല്യാൺ രൂപതയ്ക്കും ഒരു പങ്കുണ്ടായിരുന്നു. സ്വതസിദ്ധമായ നർമ്മത്തിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഡേവിസ് അച്ഛന് കല്യാൺ രൂപതയുടെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. അച്ഛനെ ആദരിക്കാനായി അഭിവന്യ പിതാവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം കല്യാൺ മാതൃസംഘം ഡയറക്ടർ ഫാദർ ഷാജി അച്ഛനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കല്യാൺ മാതൃസംഘം പ്രസിഡന്റ് സോമനി വിൻസെന്റ്. Come on, audience, let's have a loud round of applause.